നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റ്യാടി മണ്ഡലത്തിലാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ലതികയെ 1157 വോട്ടിനാണ് പാറക്കൽ അബ്ദുള്ള പരാജയപ്പെടുത്തിയത്. 2021 കുഞ്ഞഹമ്മദ് കുട്ടി മാഷുമായി മത്സരിച്ചപ്പോൾ 333 വോട്ടിന്റെ കുറവിലാണ് പാറക്കൽ അബ്ദുള്ള പരാജയപ്പെട്ടത്. പാറക്കൽ അബ്ദുള്ള വീണ്ടും 2026 നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ജയിച്ചു കയറുമോ എന്ന ചോദ്യമാണ് ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നത് 250 പേരാണ്. ഇനി കുറ്റ്യാടി മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ജയിക്കാൻ 100%. അതെന്തുകൊണ്ടാണ് 100% പറയും? അയാള് നല്ല വ്യക്തിത്വമാണ്, നല്ല വികസനത്തിന് മുൻകട്ട് ഇവിടെ മലയോര ബൈപ്പാസിനെല്ലാം വളരെയേറെ പ്രയത്നിച്ച ഒരാളാണ്. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് 100%. അയാൾ മത്സരിക്കുകയാണെങ്കിൽ വികസനം എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു വികസനത്തിന്റെ പൊതുവെ ആളുകൾ വികസനത്തിന്റെ ആളാണ്. അത് നിനക്ക് നേരിയ നല്ല ക്ലിയറായി കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം അയാൾ നിന്നപ്പോൾ അയാൾ ഏരിയയിലെല്ലാം ശരിക്കും അയാൾ ഏരിയ മാത്രമല്ല ഇവിടെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അയാൾ കൊണ്ട് കിട്ടിയ ആൾക്കാരുണ്ട്. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജയിക്കണമെന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നു. നല്ല അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാളോട് ഒരു താല്പര്യമുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറയാം? നല്ലൊരു വ്യക്തിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അയാൾ അതൊരു അംഗീകരിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ടുള്ള ഒരു താല്പര്യം. പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം അയാള് ചെയ്തു തന്നിട്ടുണ്ട്. എന്താണ് കാര്യം? അത് ഞാനൊരു പ്രശ്നം പറഞ്ഞതേന്, അത് ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് പാറക്കൽ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാറക്കലാണെങ്കിലും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് 5 വർഷം പാറക്കലായിരുന്നു. അപ്പൊ 5 വർഷം പാറക്കലിന് നഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ നഷ്ടം ഈ മണ്ഡലത്തിനുണ്ട്, കാഴ്ചയിലുണ്ട്, വികസനത്തിലുണ്ട്. അതുകൊണ്ട് പാറക്കൽ വരണം എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും പാറക്കലല്ലെങ്കിലും പാറക്കലിനെ പോലത്തെ ഒരു വികസനം ഉദ്ദേശിക്കുന്ന ഒരാൾ വരണം. പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന ആള് നല്ലൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? നല്ല വ്യക്തി എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ ഇറങ്ങും. പിന്നെ സാധാരണക്കാരന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ നല്ലൊരു സമർത്ഥമായ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. ആണോ? അദ്ദേഹം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? മുൻകാലങ്ങളിൽ നല്ല വികസനം ചെയ്തുകൊണ്ടാണ്. അത് മാത്രമല്ല യൂട്യൂബ് തരംഗാണ് ഇപ്പോൾ മെയിൻ 1, 2. നല്ല പ്രവർത്തനം കാഴ്ചവര വ്യക്തിയാണ് പാറക്കൽ അബ്ദുള്ള. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉറപ്പാ. പുരോഗതി ഉണ്ടാവും. പുരോഗതി വ്യക്തിപരമായിട്ട് പുരോഗതി ഉണ്ടാവും. അതാണ് അയാള് പാർട്ടി നോക്കിയിട്ടല്ല അബ്ദുള്ള. പാർട്ടി നോക്കി ചെയ്യാത്തത്? പാർട്ടി നോക്കി ചെയ്യാത്തത് കൊണ്ട് വെച്ചാല് എല്ലാവരും ജനങ്ങളും ഒരുപോലെയാണ്. അയാൾ 5-5 പോരാട്ടായിരിക്കും. ഒരു ഭൂരിപക്ഷം വന്നാൽ 3, 4 അതിലപ്പുറം പോകും. 3, 4 കിട്ടും. ഭൂരിപക്ഷം 4000 വരെ കിട്ടും. അങ്ങനെയാണ്. കഴിഞ്ഞ തവണ 333 കിട്ടിയത്. 333. ഇപ്രാവശ്യം ഒരു 4000 കിട്ടും. 100%. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പ്രത്യേകിച്ച് ഞാൻ കോൺഗ്രസ്സുകാരനാണ്. രണ്ടാമെന്ന് പറഞ്ഞാൽ മൂപ്പർ ഒരുപാട് വികസനങ്ങൾ കുറ്റ്യാടി ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റ്യാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ പറയാൽ മൂപ്പർ അന്വേഷണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂപ്പർ തോറ്റതിന് ശേഷം മൂപ്പർ ആദ്യം പറഞ്ഞ വാക്കുകൾ പാലിച്ചൊരു വ്യക്തിയാണ്. അതിന്റെ തെളിവുകൾ എത്രയോ കാണിക്കാം. ഓരത്തെ കോളനി മുതൽ ഇങ്ങോട്ട് ഒരുപാട് നമുക്ക് കാണിക്കാൻ പറ്റും. തീർച്ചയായും പാറക്കൽ അബ്ദുള്ള വിജയിച്ചിരിക്കും ഇവിടെ. പാറക്കൽ അബ്ദുള്ളന്റെ കഴിഞ്ഞ ഇതിന്റെ മുന്നേ ഉള്ള പെർഫോമൻസ് അനുസരിച്ച് നിർബന്ധമായി ആൾ ജയിച്ചിരിക്കും. കഴിഞ്ഞ എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയാ. മിസ്റ്റേക്ക് പറ്റിയാണോ? ചെറിയ മിസ്റ്റേക്ക്. ആളെങ്ങനെയാ? നല്ലതാണ്. നല്ല വിജയത്തിലേക്ക് തന്നെ വരുന്ന തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ നല്ല വികസനമാണ്. എല്ലാ കാര്യത്തിലും ഒരു നല്ല ആളാണ്. തീരെ തരക്കേടില്ലാതെ ഒരു സഭയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തരുന്ന ആളാണ്. നല്ല ആളാണെന്ന് പറയാൻ കാരണം എന്താ? അത് വികസനത്തിനെ പറ്റി തന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് സാധിച്ചു കൊടുക്കൂ. അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് പറയുന്നത്. സാധ്യതയുണ്ട്. കാരണം CPM മടുത്തത് ആണോ ഉള്ള പറയാലോ. മടുത്ത് ശരിക്കും ഇക്കൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ കാര്യത്തില് തൃശങ്കുവാണ്. എന്നാൽ സാധ്യത ഉണ്ട് കുഞ്ഞമ്മ കുട്ടി മാഷ് ജയിക്കാൻ. ആണോ? പക്ഷെ നിലവിലും അടുത്തത് കൊണ്ട് പാറക്കൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പാറക്കൽ അബ്ദുള്ള ഇവിടെ വന്നതിന് ശേഷം ജയിച്ചതിന് ശേഷം ഈ ഫുട്പാത്തുകൾ കംപ്ലീറ്റ് അയാൾ നന്നായി തന്നത്. നല്ലൊരു വ്യക്തിയാണ്, നല്ല മനസ്സിന്റെ ഉടമയാണ്. അയാൾ ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ വെച്ചാൽ ഇവിടെ വികസനം ഉണ്ടായിരുന്ന അയാളുള്ളവരും ഇപ്പം കുഞ്ഞമ്മദ് കുട്ടി മാഷ് ജയിച്ച് വികസനം ഇല്ല എന്ന് ഞാൻ പറയല്ല. കാരണം നമുക്ക് ജീവിക്കണം ഇവിടെ. അതുകൊണ്ട് ഇവിടെ CPM ഒരു ഏരിയ ആണ്. പക്ഷേ പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്. അയാളാണ് ഇവിടെ ഇവിടുത്തെ ഫുട്പാത്തുകൾ കംപ്ലീറ്റ് റെഡിയാക്കി തന്നത്. നിങ്ങൾക്ക് ലൈവ് കാണാറുണ്ട്. തീർച്ചയായും കുഞ്ഞമ്മൂട്ടി ശരിയായി തന്നിട്ടില്ല എന്ന് ഞാൻ പറയല്ല. അയാൾ MLA ആണ്, നല്ല വ്യക്തിയാണ്. പാറക്കൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹം.
സാധ്യത ഉണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ട് എന്ന് പറയുന്നത്? അയാള് നല്ല എല്ലാം ചെയ്യുന്നുണ്ട്. നല്ലെല്ലാം വേണ്ടിയിട്ട് എല്ലാം ഒരിക്കലും നിന്നതല്ലേ അയാള്. അതെ. അന്നേരം എല്ലാം ചെയ്തിട്ട് ആണോ? വേണ്ടി അത് ജയിക്കണം എന്നാണ് പറയുന്നത്. ജയിക്കണം. എന്റെ അഭിപ്രായം അയാൾ 100% ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ നന്മ കൊണ്ട് തന്നെ അയാൾ രാജ്യത്തിനോട് പ്രവർത്തിക്കുക, സ്വാർത്ഥനല്ല. അതുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കും, പൊതുജനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് അയാളെ പ്രത്യേകത. അതുകൊണ്ട് മാത്രം ജയിക്കണം എന്നാ പറയുന്നത്. ജയിക്കാൻ വേണ്ടി ഞാനും കൂടി പ്രാർത്ഥിക്കും. വോട്ട് കൊടുത്താൽ ജയിക്കും. അതങ്ങനെ തന്നെ, വോട്ട് കൊടുത്താൽ ജയിക്കും. ഞാൻ ചോദിക്കും സാധ്യത ഉണ്ടോ ചോദിക്കുന്നത്? ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്? എന്തെങ്കിലും ഇപ്പോഴത്തെ ഭരണം കൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല. തമാശ. അതെന്താ സംശയം എന്ന് പറയുന്നത്? വെച്ചാല് എല്ലാരും പെൻഷനും അതും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷേ ജയിക്കുള്ളൂ അല്ലേ? പാറക്കലൊന്നും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിനൊക്കെ അയാള് നടപടി കൊണ്ടും എല്ലാം കൊണ്ട് അയാളെ ആണല്ലേ? പാർക്കല ജയിക്കും. നമ്മളെ ഈ കേരളത്തിന്റെ കെട്ടുറപ്പ് വലിയ സംഭവം അല്ലേ? ഒരാള് ഇടതുപക്ഷം, ഒരാള് കോൺഗ്രസ്, നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ? ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്നില്ലേ? അത് ഭയങ്കര സംഭവമായിരിക്കും കേട്ടോ. ശരിക്കും അതാണ് നമ്മളെ കേരളം. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അയാൾ നല്ല സാമൂഹിക പ്രവർത്തനം, നല്ല കയ്യിൽ നിന്ന് പൈസ എല്ലാം മുടക്കിയിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ ആളല്ലേ? ആര്? പാർക്കല്ലേ? ആണോ? കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം അയാൾ നടത്തിയിട്ടുണ്ട്. അയാൾ ഇനി വരണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. കയ്യിൽ നിന്നൊക്കെ പൈസ മുടക്കിയിട്ട് ചെയ്യോ? ചെയ്യും. ഉറപ്പല്ലേ? അയാൾ അത്രയും നല്ലൊരു വ്യക്തിയല്ലേ? ആണോ? ആര്? പാർക്കല ആണോ? പറയണോ? എന്തുകൊണ്ടാ പാർക്കൽ അബ്ദുള്ള അത്രയും നല്ല വ്യക്തിയാണ്? അത്രയും പിന്നെ ജനങ്ങളിൽ ഇറങ്ങി കളിക്കുന്ന ആളാ. ആണോ? ഇറങ്ങി കളിക്കാന്ന് പറഞ്ഞാ ഇറങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും നോക്കി എല്ലാം ചെയ്തു കൊടുക്കും. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉറപ്പായിട്ടുണ്ടാവും. ആണോ? 100% പാറക്കൽ വിജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ ഒരു 5 വർഷം നല്ല വികസനം ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പേ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ തുടരും. അല്ല, ഈ പ്രാവശ്യം വികസനം നടത്തിയിട്ടുണ്ടോ? വികസനം ഈ പ്രാവശ്യം അതിന്റെ തുടർച്ച കുറച്ച് ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പറക്കല് ചെയ്തു വെച്ച സംഗതികൾ കുഞ്ഞുവശം പുതിയതായിട്ടുള്ള പദ്ധതികളൊന്നും കൊണ്ടുവരും. അദ്ദേഹം ജയിക്കുന്ന പറയുന്നത്. പാറക്കല് എന്തായാലും ജയിക്കും. സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്തുകൊണ്ടാ പറയുന്നത്? എല്ലാ പാവപ്പെട്ടവർക്കെല്ലാം സഹായം ചെയ്യുന്നതിന്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ വല്ല പരിചയമുണ്ടോ? പരിചയം. ഞങ്ങളെ മണ്ഡലല്ലായിരുന്നു. പരിചയമുണ്ട്. ആർക്കെങ്കിലും സഹായം ചെയ്തായിട്ടുള്ള നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ടോ? എനിക്കല്ല, ഞങ്ങളെ നാട്ടിലെ എല്ലാവർക്കും സഹായം ചെയ്തു. ആണോ? അങ്ങനെ അതുകൊണ്ടാണ് നല്ല വ്യക്തിയാന്ന് പറയുന്നത്. അതെ. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. അതുകൊണ്ടാ തീർച്ച പറയുന്നത്? കാരണം വെച്ചാൽ അയാൾ നല്ലൊരു വ്യക്തിയാണ്. ആണോ? എല്ലാവർക്കും ഭയങ്കര സഹായമാണ്. ഈ നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ് നല്ല വ്യക്തി എന്ന് പറയാനുള്ള യോഗ്യത ഉള്ളത്? യോഗ്യത വെച്ചാൽ അയാളോട് പോയിട്ട് എന്ത് കാര്യങ്ങൾ ഡയറക്റ്റ് പറഞ്ഞ ഉടനെ പരിഹാരം ഉണ്ടാക്കും. ആണോ? അവിടെ തന്നെ പരിഹാരം ഉണ്ടാക്കും. അപ്പൊ സ്പോട്ട് പരിഹാരം ഉണ്ടാക്കും. ആണോ? ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആണ്. അപ്പൊ അയാൾ ജയിക്കണം എന്നാ പറയുന്നത്? തീർച്ചയായും ജയിക്കണം എന്നാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പറയുന്നത്. നല്ല പ്രവർത്തനം, നല്ല ആളല്ലേ? ആണോ? എനിക്കറിയില്ല, നിങ്ങളാണ് പറയുന്നത്. ആണോ? നല്ലതെന്ന് പറയാൻ എന്താ കാരണം? നല്ല പ്രവർത്തനം, നല്ലതായ അയാള് സാമ്പത്തികമൊന്നും വേണ്ടല്ലോ. അയാള് പണ്ടേ സാമ്പത്തികം ഉള്ള ആളാണ്. അയാൾക്ക് വേറെ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടണ്ടല്ലോ. ശരി. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കിട്ടണ്ടേ. എല്ലാം ഇല്ലാണ്ട് ഷർട്ടും മുണ്ടിട്ട് മടങ്ങാത്ത ഷർട്ടും മുണ്ടിട്ട് നടക്കാനാവില്ലല്ലോ. അവര് പണിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇയാൾ ജയിക്കണം. പണ്ടേ ഉണ്ട്. ബിസിനസ് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് പൈസക്ക് ആവശ്യമില്ല. ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ജയിക്കണം എന്നാണ് പറയുന്നത്. ജയിച്ചാലും നല്ലേ. ഈ സാഹചര്യത്തില് പറക്കളത്ത് ജയിക്കാൻ സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണല്ലോ. ഏത് സാഹചര്യം? രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ LDFന്റെ സാഹചര്യം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അതല്ല, അതിനെ കൂടുതൽ BJP സ്ഥാനാർത്ഥി വരുവാണെങ്കിൽ പിന്നെ ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. BJP സ്ഥാനാർത്ഥി വരുവാണെങ്കിൽ തള്ളിക്കളയാൻ പറ്റില്ല. എവിടെ? കുറ്റിയാടി എവിടെയാണെങ്കിലും. നിങ്ങൾ BJP കാരനായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ അബ്ദുള്ള ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? അബ്ദുള്ള സാധ്യത വെച്ചാൽ LDFന്റെ ഭരണം നിങ്ങൾ കാണുന്നില്ലേ ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം പല പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? വേറെയുള്ള പ്രശ്നങ്ങളും പല കാര്യങ്ങളായിട്ട്. അതുകൊണ്ട് LDF സാധ്യത കുറവാണ്. ജയിക്കണം. ഞാൻ മാറിയിട്ടുകാരനാ, പിന്നെ ജയിക്കണമെന്ന് ഞാൻ പറയില്ലല്ലോ. അപ്പൊ എന്താ നിങ്ങൾ പറയാ? പിണറായി വിജയനെ ജയിക്കുമെന്നാ ഞാൻ പറയുന്നത്. ആണ്. മാഷ് ജയിക്കുന്ന പറയുന്നത്. അബ്ദുള്ള ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഓരോ കൈമാറി, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ വിശ്വാസം എന്റെ പാർട്ടി മാറിയിട്ട, അതുകൊണ്ട് ഞാൻ അതിനെ പ്രവർത്തിക്കും, അതേ പറയും. നല്ല അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനങ്ങൾക്ക് ഇതിന് മുമ്പ് ഇവിടെ ആയപ്പോൾ ഒരുപാട് സംഗതി ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്കെല്ലാം ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയതായിട്ട് നമ്മളെ അറിവില്ല. അതുകൊണ്ടാണ്. ആണ്. ജയിക്കുമോ? ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജനങ്ങൾ കണ്ടറിഞ്ഞ് നോക്കിയിട്ടല്ലേ ചെയ്യുക. സാധാരണ പാർട്ടിക്കാർ റോഡ് മേലെ ഇറങ്ങുന്ന ആരും വോട്ടം ചെയ്യണമെന്നില്ല.
നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്യണം, എന്നാൽ ആരും ചെയ്യും. ഇവിടെ ഇപ്പൊ മുമ്പ് ജയിച്ചതല്ലേ? പാർക്ക് ലെവലിൽ തന്നെയാ ജയിച്ചത്. ആണല്ലേ? ഇപ്പൊ ഈ പ്രാവശ്യം മൂപ്പര ജയിക്കാം അങ്ങനെ കാണുന്നു. ഇപ്രാവശ്യം മൊത്തത്തിൽ കാറ്റ് അങ്ങനെയല്ലേ കാണുന്നത്? ഇപ്പൊ ഈ പ്രാവശ്യം സാധ്യത ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കുറച്ചുകൂടെ ഇടതുപക്ഷത്തിന് ഇപ്പം ഇപ്പോഴത്തെ ഈ ശബരിമല പ്രശ്നം, പിന്നെ വികസനം തീരെ ഇല്ല, അതിൻ്റെ എല്ലാം പേരിൽ ഇപ്പൊ ഇനിയിപ്പം കോൺഗ്രസ് വരാണെന്ന് സാധ്യത. പാർക്കൽ അബ്ദുള്ള കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ട് ഇവിടെ മാസം എടുത്തു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാല് മത്സരിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മിക്കവാറും ജയിക്കും. എന്തുകൊണ്ടാ മിക്കവാറും ജയിക്കും എന്ന് പറയാൻ കാരണം? മാസല്ലേ വേറെ ആൾ നിന്നാൽ ഇവിടെ ജയിച്ചു കൊണ്ടുവരാൻ വലിയ കാര്യമില്ല, അതാണ് സത്യം. അതിപ്പോ അങ്ങനെ പറയും, ജനങ്ങളെ മൈൻഡില് ജയിക്കാൻ സാധ്യത ഉണ്ടോ? അതിന് ജനങ്ങളല്ലേ വോട്ടല്ലേ, അയാൾ ചെയ്യും പോലെ അല്ലേ. അതെ, അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ആണ്. അത് അങ്ങനെയൊന്നുമില്ല, ചിലപ്പം ജയിച്ചെന്നും വരും, ജയിച്ചില്ല എന്നും വരും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്ക്. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അയാള് കഴിഞ്ഞ പ്രാവശ്യം ഒരു 336 വോട്ടല്ലേ, 333 വോട്ട്. ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാൾ നല്ലൊരു വ്യക്തിത്വമാണ്, രാഷ്ട്രീയം നോക്കാണ്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രീയം നോക്കൂല അയാൾ, എല്ലാ രാഷ്ട്രീയക്കാർക്കും സഹായം ചെയ്യുന്ന ആളാണ് പാറക്കൽ അബ്ദുള്ള. അതുകൊണ്ട് എന്തായാലും ജയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതെന്തുകൊണ്ടാ വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കും പറയുന്നത്? അതങ്ങനെ അതിന്റെ ആണോ? ആര് പാർക്കലോ? പാർക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ജയിക്കും പറയുന്നത് ഉറപ്പായിട്ട് ജയിക്കും. അതെ, ഷുവറാണ്. എന്തുകൊണ്ടാ ഷുവർ പറയുന്നത്? അതായത് പാറക്കൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു MLA ഉണ്ട് നമുക്ക് ഇവിടെ മനസ്സിലായത്. ആണോ? അങ്ങനെ ഉണ്ടോ? അതെ അതെ, ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഷുവറാണ്. കഴിഞ്ഞ നല്ല വികസനം ചെയ്തിരിക്കുന്നു, ഇപ്രാവശ്യം പ്രാവശ്യം മോശമൊന്നുമല്ല. കഴിഞ്ഞ തവണ വികസനം ചെയ്തിട്ടുണ്ടോ? കുറെ വികസനമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നിന്നാൻ സാധ്യത ഉണ്ടോ? രണ്ടും തുല്യ സാധ്യത, രണ്ടുപേർക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ചാൻസ് കൂടുതൽ ഈ അവസരത്തിൽ? ഭരണവിരുദ്ധ വികാരം കുറെ ഉണ്ടല്ലോ, പാറക്കലിന് വരും സാധ്യത ഉണ്ട് എന്നാ തോന്നുന്നു. അങ്ങനെയാണ് പറയുന്നത്. മത്സരിച്ച് ജയിച്ച സമയത്ത് നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മത്സരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്ത് നാട്ടിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ ചാൻസ് ഉണ്ട്. നാട്ടിന് വേണ്ടിയിട്ടെല്ലാം കുറെ എല്ലാം ചെയ്തിന്, നമ്മള് അതിൽപ്പെട്ടല്ല, ഇടതുപക്ഷമാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അയാളെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നാട്ടിലെ റോഡിന്റെ ചെറിയ പണിയെല്ലാം ആക്കിയിരിക്കുന്നതാണല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റൂല. അറിയാൻ പറ്റുമല്ല, പണിയാണ്. അയാൾ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ജയിക്കാൻ ഉറപ്പുണ്ട്. എന്തുകൊണ്ടാ ഉറപ്പ് പറയുന്നത്? അയാൾ നല്ലൊരു കഴിഞ്ഞ ഭരണത്തിൽ നല്ല ഒരു കാഴ്ച വെച്ച്, അതുകൊണ്ട് അത് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? പല വികസനങ്ങളെല്ലാം നടത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആണോ? പാറക്കൽ അബ്ദുള്ള സ്ഥാനാർത്ഥിയായാൽ എന്താണ് ഇവിടെ നിലവിലുള്ള MLA കുഞ്ഞമ്മൂട്ടി മാഷ് വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി. അപ്പൊ അതിന്റെ ഭാഗമായി കുഞ്ഞമ്മൂട്ടി മാഷ് വീണ്ടും ഇവിടെ ജനവിധി തേടുകയാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ആണ്. പാറക്കൽ അബ്ദുള്ളയെ ജയിക്കൂ. ആ സാമൂഹിക പ്രവർത്തനം ആ രീതിയിലുള്ളതാ, ഇവിടെ എല്ലാവർക്കും പരിചയപ്പെട്ടത്, എല്ലാവർക്കും അറിയാവുന്ന. അതിലൊക്കെ കവിഞ്ഞ സ്ഥാനാർത്ഥിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഏറ്റവും ടോപ്പുള്ള സ്ഥാനാർത്ഥി ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ പറയുന്നത്. ടോപ്പ് സ്ഥാനാർത്ഥിയാണ് ശരിക്കും ഇയാള്. ശരിക്കും വേറെ സ്ഥാനാർത്ഥി ഇല്ല ഇവിടെ. അതിന് കടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കുറ്റായിട്ട് കണ്ടെത്തിയില്ല. അതുകൊണ്ട് മുമ്പ് ജയിക്കും പറയുന്നത്. ജയിക്കും, ഉറപ്പായിട്ടും 100% ജയിക്കും. UDF വരാനുള്ള സാധ്യത ഉള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഭരണമാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ വരണം എന്ന് പറയുന്നതിന്റെ വേറെ ഇതൊരു ഭരണമാറ്റം വേണമെന്നുള്ള അഭിപ്രായത്തിൽ മാത്രമാണ് പറയുന്നത്. ജയിക്കാൻ സാധ്യത പറയാൻ പറ്റില്ല, എനിക്ക് രാഷ്ട്രീയത്തെ പറ്റുമെന്ന് അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല? ഇവിടെ ചിലപ്പോൾ കുഞ്ഞമ്മൂട്ടി ജയിക്കാൻ സാധ്യത ആണ്. ഇവിടെ പാറക്കൽ ആണ് അല്ല എന്നുള്ളതിലല്ല പ്രസക്തി. UDF സ്ഥാനാർത്ഥി ആണോ അദ്ദേഹം ഇവിടെ ജയിക്കും. കാരണം അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ MLA സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. പൂർണ്ണമായും ജയിക്കും പാറക്കൽ അബ്ദുള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ്, ജനപ്രതിയുടെ ആളാണ്, എല്ലാ സഹായങ്ങളും എത്തും, എല്ലാ കാര്യത്തിനും മുൻപന്തിയുള്ള ഒരാളാണ്. ജയിക്കും എന്തുകൊണ്ടാണ് വിശ്വസിച്ച് പറയുന്നത്? ജയിക്കുന്ന വെച്ചാൽ ഇന്നത്തെ ഭരണം കേരളത്തിൽ വളരെ മോശമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഭരണമാണ്. പിന്നെ പറഞ്ഞാൽ ജനങ്ങളെ പഞ്ചായത്ത് നികുതിയായാലും എല്ലാ നികുതിയായാലും എല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇന്ന് കേരളത്തിലുള്ളത്. 5 കൊല്ലം പൂർണ്ണമായി നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെച്ച് 5 കൊല്ലം വെറും അഴിമതി ഭരണമാണ്. ശബരിമല അയ്യപ്പൻ്റെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയ ഒരു ഭരണമാണ്. ഇല്ല, കുഞ്ഞമ്മൂട്ടി മാഷാണ് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാറക്കളെക്കാളും കുറച്ചുകൂടി ബെറ്റർ കുഞ്ഞമ്മൂട്ടി മാഷാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസന കാര്യത്തിൽ, രാഷ്ട്രീയത്തിലല്ല വികസന കാര്യത്തിൽ. അതുകൊണ്ട് പിന്നെ കുഞ്ഞമ്മൂട്ടി മാഷം വീണ്ടും മത്സരിച്ചാൽ അവർ തന്നെ ജയിക്കൂല. പാറക്കൽ ജയിക്കും. പാറക്കൽ ജയിക്കുക. എന്തുകൊണ്ടാ പാറക്കൽ ജയിക്കും എന്ന് പറയുന്നത്?
ജയിക്കുന്നതിന് എല്ലാവരും വോട്ട് കൊടുത്തിട്ട് അത് ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? സാഹചര്യം വെച്ചാൽ ജനങ്ങളുടെ അതിന്റെ ഒരു രാഷ്ട്രീയ ബോധം ഉള്ള ആൾക്കാർ അയാൾക്ക് ചെയ്യും. 100%. 100%. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? 100% നല്ലൊരു മനുഷ്യനാണ്. ആ. ഒന്നും നോക്കാണ്ട് എല്ലാവർക്കും നല്ല സഹായം ചെയ്യും. ആണോ? അതെ. അങ്ങനെയാണോ? അതെ. ജയിക്കുന്ന പറയുന്നത്? ജയിക്കും ഉറപ്പ് 100%. മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുന്ന സാധ്യത. വിജയിക്കുന്ന സാധ്യത. എന്തുകൊണ്ടാണ് വിജയിക്കുന്ന സാധ്യത പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് അയാള് കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടിനാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ വോട്ടിനാ പോയെന്ന് പറയുന്നുണ്ട്. വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സാധ്യതയുണ്ട്. മത്സരം തീർച്ചയായിട്ടും ഇവിടെ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഇതിന്റെ അകത്ത് പരാജയപ്പെട്ടെന്നല്ലാതെ തവണ തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. 10,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവും. പാറക്കൽ എന്തായാലും ജയിക്കും. 100%. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം പാറക്കലിന്റെ മുൻ MLA ആയ സമയത്തുള്ള വികസനവും കാര്യങ്ങളും ഗംഭീരമായൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ആയതുകൊണ്ട് വീണ്ടും പാറക്കൽ മത്സരിച്ചാൽ ഇവിടെ കുറ്റ്യാടി ജയിക്കും. 100% ഉറപ്പാണ്. ആണോ? ജനങ്ങൾ തീരുമാനിക്കണം. ഞാൻ അറിയാൻ ജയിക്കുന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് അഭിപ്രായം ഇല്ല. ഇല്ല. സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ? അല്ല, അതിന്റെ ചുറ്റുപാട് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ആണ്. ഇവര് നല്ല വികസനം നടത്തുന്ന ആളാണ്. അപ്പം പിന്നെ തീർച്ചയായും ജയിക്കേണ്ടതാണ്. വികസനം നടത്തുക തന്നെ പഴയ കാലത്ത് MLA ആയിരിക്കുമ്പോ അപ്പൊ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ജയിക്കേണ്ടതാണെന്ന് പറയും. തീർച്ചയായും ജയിക്കേണ്ടതാണ്. ജയിക്കൂല. എന്തുകൊണ്ടാ? എന്തുകൊണ്ട് അയാളെ വികസന കാര്യം കൊടുത്ത് ജനങ്ങൾക്ക് മതിയായിക്കില്ല. അതുകൊണ്ട് ജയിക്കൂല. സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കുഞ്ഞുമുട്ടി മാഷാണ് എതിർ സ്ഥാനാർത്ഥി. കുഞ്ഞുമുട്ടി മാഷിനെ സംബന്ധിച്ചോളം എൻ്റെ പണ്ട് കാലങ്ങളിൽ കുഞ്ഞുമുട്ടി മാഷ് മാത്രമായിരുന്നു ഒരു വ്യക്തിപരമായി. ഇന്ന് അയാൾ ഏറ്റവും വലിയ വികസന നായകനാണ്. അതുകൊണ്ട് മിക്കവാറും പാറക്കലായിട്ട് ഏറ്റുമുട്ടിയാൽ കുഞ്ഞുമുട്ടി മാഷ് ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ തവണ ചെറിയ വോട്ടിനാണ് പോയത്. അത് നോക്കണ്ട, അതിപ്പം കഴിഞ്ഞ വോട്ടിനായാലും ജയിച്ചില്ലേ, അവിടെ നമ്മളതിൻ്റെ മികവ് കാണണ്ടേ. അയാൾ നന്നായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് നല്ല ഭരണം കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ആര്? പാറക്കൽ അബ്ദുള്ള. നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്ത് പ്രതീക്ഷയുള്ളത്? പ്രതീക്ഷ കഴിഞ്ഞ ഒരു പ്രാവശ്യം പ്രായമുണ്ട്. അന്നേരം പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആണോ? വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഭരണത്തിന്റെ കാര്യത ഇപ്രാവശ്യം വരികയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷ ഉണ്ട്, നന്നാവുന്നുള്ളത്. ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുവന്ന മണ്ണായ മുഖയിരുന്ന ഒരു വോട്ട് പോലും പാറക്കൽ ആളുകൾ കിട്ടൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും വർഗീയ താല്പര്യങ്ങളോട് കൂടിയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെ ചുവന്ന മണ്ണ് ഒരു വോട്ട് പോലും പാറക്കൽ ആളുകൾ കിട്ടൂല. 100%. ഒരു പ്രാവശ്യം ജയിച്ചതാണ്. അതേപോലെ തന്നെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണല്ലോ കുഞ്ഞുമുട്ടി മാഷ് ജയിച്ചത്. 333 വോട്ട്. അത് മറികടക്കാൻ ചിലപ്പോൾ ഈ പ്രാവശ്യം സാധിക്കുന്ന എനിക്ക് തോന്നുന്നു. നല്ല ആളാണ്. നല്ല ആളാണ്. ആണോ? നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ആളല്ലേ. അതുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം ആള് നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്ന് പറയുന്നതിന്റെ ഒരു കണ്ടന്റ് എന്താണ്? നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് സ്ഥാനം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഇവിടെ. ആണോ? പാറക്കൽ നല്ലോണം ജയിക്കേണ്ട. അതുകൊണ്ടാണ് നല്ലോണം ജയിക്കേണ്ടി. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് നല്ല പ്രവർത്തനമാണ് അയാൾ മുൻകാലങ്ങളിൽ. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. ഇനി വീണ്ടും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 100% ആഗ്രഹിക്കും. ഞാൻ പാറക്കൽ അബ്ദുള്ള ജയിക്കണം ഒരിക്കലും തീരുമാനിക്കുന്ന ആൾ വ്യക്തിപരമായിട്ട് ആളല്ല. എന്തുകൊണ്ട് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പാറക്കൽ അബ്ദുള്ളന്റെ പാർട്ടിയല്ല. അതുകൊണ്ട് അത് അങ്ങനല്ല, ഞാൻ ജയിക്കുന്ന അത് വോട്ട് കൂടുതലുള്ള ആൾ ജയിക്കുകയും ചെയ്യേണ്ടി വരും. അത് നല്ല ആളുകൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ മാറിക്കിട്ടുകയും ചെയ്യും. ഞാൻ കൃത്യമായിട്ടും പാറക്കൽ അബ്ദുള്ളന്റെ പാർട്ടി അനുഭാവി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ എങ്ങനെ ജയിക്കോ ഇല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ ആര്? പാറക്കൽ ആണോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയാൻ കാരണം റോഡ് നല്ല റോഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാ കൂടുതൽ നല്ലൊരു വ്യക്തിയാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല അഭിപ്രായമാണോ? അതിനോട് നല്ല അഭിപ്രായം എന്ന് പറയുന്നത് നല്ലതല്ലേ നമുക്ക് നാടിന് വേണ്ടിയേ. ആണോ? മത്സരിക്കണം എന്നാണ് പറയുന്നത്. അതെ. ഞാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്? നല്ലൊരു വ്യക്തിയായതുകൊണ്ട്. ആണോ? നല്ല വ്യക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? എല്ലാ ഉപകാരങ്ങളും ചെയ്യുന്നുകൊണ്ട്. ആണോ? അതെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. അപ്പോൾ അതായത് ഹാഫ് ആൻഡ് ഹാഫ് സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. പകുതി സാധ്യത ഉണ്ട്. പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, മുന്നേറ്റം വികസനം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ആണോ? അയാൾ മുമ്പേ മത്സരിച്ചല്ലേ, അപ്പൊ അയാളും തീരെ മോശക്കാരനല്ല. ഇപ്പൊ ഉള്ള ആളും മോശക്കാരനല്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു മുൻതൂക്കം മാർക്കായിരിക്കും UDF-നായിട്ടാ തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് UDF-നാ കൂടുതൽ പറയുന്നത്? അത് ജനത്തിന്റെ ഒരു ധാരണല്ലോ. അതാണ്, അങ്ങനെയാണ് മുൻതൂക്കം. പാറക്കല്ലാണ് മുൻതൂക്കം എന്ന് പറയുന്നത്. സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടോ? അതിനെന്തുകൊണ്ടാണ് സാധ്യത ഉണ്ട് പറയുന്നത്? എന്തുകൊണ്ടാ
അല്ല നിങ്ങളുടെ സാധ്യത ഉണ്ട് എന്തുകൊണ്ട് പറയുന്നത്? ഇവിടെ ചാൻസ് കുറവാ, അപ്പുറത്ത് കിട്ടിയ ആളുമ്പോൾ എന്റെ അഭിപ്രായം എന്താ? ഇവിടെ വോട്ട് കുറവായാക്കും മാഷിക്കും. മാഷിയേക്കും. എന്തുകൊണ്ടാണ് മാഷിയേക്കും എന്ന് പറയുന്നത്? മാഷി അത്രയും പ്രവർത്തനം ഇവിടെ ചെയ്തോണ്ട് ആണോ? അതുകൊണ്ടാണോ അതെ ജയിക്കും എന്ന് പറയുന്നത്? ജയിക്കും. കഴിഞ്ഞൂറ് ജയിച്ചല്ലോ, ആ. അതേമാതിരി ഇക്കുറിയും ജയിക്കും. ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു വ്യക്തിയാണ്. ആ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് മുമ്പ് നല്ല വ്യക്തി എന്ന് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത്? നല്ല വ്യക്തി എന്ന് പറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആണോ? ഈ മണ്ഡലത്തിന് വേണ്ടി MLA ആർക്ക്. അതുകൊണ്ടാണ് അയാള് നല്ലതെന്ന് അയാളുടെ അഭിപ്രായം. എന്തുവാ നല്ലത് എന്ന് പറയുന്നത്? നല്ലതെന്ന് തന്നെ കൂടാ. എങ്ങനെയാന്ന് പറഞ്ഞാല് നല്ലതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലതെന്ന് പറയാനുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. അതിട്ട് ഇവിടെ എല്ലാവരും പിന്നെ ഇതല്ലേ കുറ്റിയാടി. അല്ല ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്? പാറക്കൽ അബ്ദുള്ള നല്ലതെന്ന് പറയാൻ കാരണം എന്താ? നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണം അങ്ങനത്തെ ഭരണ പാറക്കൽ അബ്ദുള്ള ഇവിടെ വിജയിക്കും, 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ കുറ്റ്യാടിക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാറക്കൽ അബ്ദുള്ളനെ പോലെ ആൾ വന്നാൽ കുറ്റ്യാടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഇവിടെ കുഞ്ഞുമുതൽ ഭാഷ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കുറെ വികസനം ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. ഞാൻ CPM ആണല്ലേ? അതുകൊണ്ടാണോ പറയുന്നത്? അതുകൊണ്ടല്ല, ഇവിടെ കുറെ ഇത് ചെയ്തിരിക്കുന്ന ഞാൻ കേൾക്കുന്നത്. ആണല്ലേ? കുറവാ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? കാരണം കുഞ്ഞേറ്റി ഭാഷ നല്ല പ്രവർത്തനമായി. അതുകൊണ്ടാണ് സാധ്യത കുറവെന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? എനിക്ക് എന്നെ കാണാൻ കുറച്ച് കൂടുതലായിട്ടില്ല. അല്ല നിങ്ങളുടെ അഭിപ്രായം ജയിക്കില്ല. ജയിക്കൂല. എന്തുകൊണ്ടാണ് ജയിക്കൂല പറയുന്നത്? ജയിക്കില്ല. ഇപ്പൊ കുഞ്ഞുമുതൽ വികസനം ചെയ്തിട്ട് അയാൾ ജയിക്കും. ജയിക്കുന്ന പറയുന്നത്? ജയിക്കും 100%. ആണ്. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് UDF ഇപ്പൊ ഇവിടെ സാധ്യത. ആണോ? അങ്ങനെ ഉണ്ടോ? കുറ്റ്യാടി മണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ട്, മാറ്റം ഉണ്ടാവും. ഞാൻ LDF സജീവ പ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് പാറക്കൽ അബ്ദുള്ള മത്സരിക്കണം എന്നൊരു താല്പര്യമില്ല. കുഞ്ഞുമുത്തി മാഷ അത് LDF സഹായിക്കുന്ന അല്ലെങ്കിൽ LDF ഉന്നതനായ നല്ല നേതാക്കന്മാരെ മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. വെള്ളം കുഴപ്പമില്ലല്ലോ. ഇവിടെയുള്ള ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി വലിയ കുഴപ്പമില്ല. പാറക്കൽ അതിന്റെ മുന്നേ ഇവിടെ നിന്നതല്ലേ, അയാളും വലിയ കുഴപ്പമില്ലല്ലോ. സാധ്യത ആർക്കായിരിക്കും മിക്കവാറും വരും ഇന്നത്തെ സാഹചര്യത്തിൽ? ഇന്നത്തെ ട്രെൻഡ് നോക്കുന്ന ട്രെൻഡ് ഒന്നുമില്ല. കുറ്റ്യാടിന്റെ പാറക്കലിനാണ് തോന്നുന്നു കൂടുതൽ സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാനാവില്ല, പൊതുവിലുള്ള ഒരു ട്രെൻഡ്. ജയിക്കാൻ സാധ്യത ഉണ്ട് ഇവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഉള്ള ഈ 5 വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാമത് മാഷ് ജയിക്കാനാണ് സാധ്യത. അതന്നെ സാധ്യത. ഈ 140 മണ്ഡലത്തിൽ ഏറ്റവും വികസനം നടത്തിയ ഇയാളാ. അത് ഞങ്ങളെ മണ്ഡലമായത്. അതുകൊണ്ട് ഇയാൾക്കാ സാധ്യത. ആർക്ക്? കുഞ്ഞേറ്റി മാഷ്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യത എന്ന് പറയുന്നത്? ഇത് പറഞ്ഞില്ലേ, വികസനത്തിന്റെ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ്. പിന്നെ ജനങ്ങളോട് എപ്പോഴും ഉണ്ടാവും. പാറക്കൽ അബ്ദുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കുറ്റ്യാടിക്ക് വേണ്ടി ഒരുപാട് നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ പാറക്കൽ അബ്ദുള്ളായിട്ട് അത്ര പരിചയവും കാര്യങ്ങളും. മത്സരിക്കുകയാണെങ്കിൽ അയാൾ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ജയിക്കുന്നു പറയാൻ? അന്ന് കഴിഞ്ഞ പ്രാവശ്യം അയാൾ വന്നപ്പോൾ തന്നെ ഒരുപാട് വികസന പ്രവർത്തനം നടത്തിയല്ലോ. അപ്പൊ ജനങ്ങളത് മറന്നിട്ടുണ്ടാവില്ല. അയാള് UDF ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാളൊന്നും കാര്യമായിട്ട് ചെയ്തിക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ടാ. എനിക്കറിയാം, നിങ്ങളാണ് പറയേണ്ടത്. അതന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത് സാധ്യത കുറവാണ്. ഇവിടെ കുഞ്ഞുമുറ്റി മാഷ് തന്നെ വരണം. എന്നാൽ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ നടത്തിയത് അയാള്. എന്ത് വികസനം? അതുകൊണ്ട് വരണം എന്ന് പറയുന്നത്. വരണം എന്നുള്ളത് എന്റെ അഭിപ്രായമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെ LDF വരുന്ന സാധ്യത കാണുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വെച്ചാൽ ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് LDF വരും എന്ന് പറയുന്നത്. LDF വരും എന്നാ പറയുന്നത്. നമുക്ക് LDFന്റെ സ്ഥാനാർത്ഥി വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാളെ ഇപ്പം വികസനത്തിന്റെ കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും മുന്നേറുന്നതുകൊണ്ട് LDF വേണമെന്ന് പറയുന്നത്. LDF വേണം നമുക്ക്. ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു വോട്ട് ഞങ്ങളെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. UDFിലെ വടലപ്പിളക്കം കൊണ്ടാണ് മുപ്പത് ജയിക്കാണ്ട് പോയത്. 333 വോട്ടാണ്. ഈ പ്രാവശ്യം നിൽക്കുവാണെങ്കിൽ ഷുവറായിട്ട് ജയിക്കും എന്നാണ് പറയുന്നത്. നല്ല കാര്യം. എന്തുകൊണ്ടാണ് നല്ല കാര്യം എന്ന് പറയുന്നത്? നല്ല കാര്യം തന്നെ. മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിപ്പോൾ ആരായാലും അയാളെന്നല്ല. അയാൾ മത്സരിച്ചാൽ എന്താണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം അയാൾ മത്സരിച്ചല്ലേ. അയാൾ മത്സരിച്ചിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അത് നാട്ടുകാരല്ലേ തീരുമാനിക്കണ്ടേ. ഞാൻ പാറക്കൽ അബ്ദുള്ളേൻ്റെ ആളല്ല. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമാണ്. എൻ്റെതായ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ സംഘടനയെ എനിക്ക് നന്നാക്കി പറയാനാവും അല്ലേ. പാറക്കലുള്ള സ്വാഭാവികമായിട്ട് ഇവിടെ മത്സരിക്കുന്നവരെ കുഞ്ഞേറ്റി ശേഷം പാറക്കലുള്ളിയായിരിക്കും. അതിൽ രണ്ടാൾ മത്സരിക്കട്ടെ, ഞാളും ഉണ്ടാവും. എന്നിട്ട് ആരാ ജയിക്കും നോക്കാം. ജയിക്കാൻ സാധ്യത ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ നീക്ക് പോക്ക് അങ്ങനെയാണ്. ആണോ?
ജയിക്കാൻ സാധ്യത ഉണ്ടാവുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയോ? അറിയാം എന്താണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ? അയാള് നല്ല പ്രവർത്തനം ചെയ്ത ആളാ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി. ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞവർ തന്നെ ചെറിയ ശതമാനം വോട്ടിനാ തോറ്റത്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഇതുവരെയുള്ള ഇതില് വെച്ചാല് നല്ല പുരോഗമനം ഉണ്ടായിരുന്നു മുപ്പറ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും അത് വരണം വരണമെന്നാ പറയുന്നത്. ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തെന്നാ പറയേണ്ടത്, മൂപ്പർ എന്ന് വെച്ചാൽ മുമ്പ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സാധ്യത കാണുന്നുണ്ട് രണ്ടുപേർക്കും ഒരുപോലെ സാധ്യത എന്ന് വെച്ചാൽ ഒരു ഈക്വൽ ആയിട്ടുള്ള. പാർക്കലബ്ദുള്ള മത്സരിക്കുകയാണെങ്കിൽ കുഞ്ഞമ്മദ് കുട്ടിമാഷ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്നാൽ കുഞ്ഞമ്മദ് കുട്ടിമാഷ് ഇവിടെ ആദ്യം രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഒരാളാണ്. പാർക്കലബ്ദുള്ള കഴിഞ്ഞ ഒരു ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിപ്പോൾ കുഞ്ഞമ്മദ് കുട്ടിമാഷാണെങ്കിൽ CPMന്റെ കുഞ്ഞമ്മദ് കുട്ടിമാഷാണെങ്കിൽ ചാൻസ് അവർക്കാണ് കൂടുതൽ. നേരെ മറിച്ച് വേറൊരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ പാർക്കൽ അബ്ദുള്ളക്ക് അനുകൂലമായി. 100% എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം LDFന്റെ. രണ്ടാമത്തെ ഈ പ്രാവശ്യത്തെ വോട്ട് NRC ചേർക്കലിൻ്റെ അകത്ത് വിദേശ പ്രവാസികളെ വോട്ടുകൾ കണ്ടമാനം നാദാപുരം, കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രവാസി വോട്ടുകൾ ഏകീകരിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ പ്രവാസികൾ മറ്റേ KMCCന്റെ ഒക്കെ ആൾക്കാർ വന്ന് ചെയ്ത് വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അഭിപ്രായം ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എല്ലാ ഞാളെ വികസനമല്ലേ ആണ് നോക്കണ്ടേ. നല്ല വികസനമല്ലേ ഇവിടെ ഇപ്പോ കുഞ്ഞമ്മദ് കുട്ടിമാഷ്. അതുകൊണ്ട് LDF വരുന്ന LDF ഓ തീർച്ചയായിട്ടും UDF വരും. എന്തുകൊണ്ടാ? UDF വരും. വല്ല കളിയന്മാരാണ്. അതുകൊണ്ട് വരും. ഇവിടെ ഇപ്പോൾ ഒരു കള്ളഭൂമി ഉണ്ട്. ഇവിടെ ഒരു മിച്ചഭൂമിക്ക് അതിന് രേഖ ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ കോപ്പി ഞാൻ ഈ പഞ്ചായത്തിൽ, അത് അടുത്ത വർഷം ഭരിക്കുന്ന പഞ്ചായത്താണ്, ഒരു നടപടി എടുത്തില്ല. 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ആ ഭൂമിക്ക് രേഖ ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ അധികാരിക്ക്. എന്നിട്ട് എൻ്റെ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് അധികാരി പോയാൽ പിന്നെ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ഇട്ടു. ഭൂമിൻ്റെ ആധാരത്തിൻ്റെ പേര് 100 നമ്പർ 100. ആ 100 ചോദിച്ചാൽ ഇതിൻ്റെ കോപ്പി വരും. കോപ്പിയിൽ നോക്കിയാൽ ആരാ വിറ്റത് ആരാ വാങ്ങിയൊന്നുമില്ല. മിച്ച ഭൂമി എൻ്റെ അടുത്തുള്ള, എൻ്റെ പറമ്പിൻ്റെ അടുത്തുള്ള അത് രേഖ ഉണ്ടായിക്കോട്ടെ. അതിനെ കൊണ്ട് വല്ല കളി ഓവറായതിനെ കൊണ്ട് അയാൾ മാറിയത്. പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ വികസന മുരടിപ്പ് തന്നെയാണ്. ഈ കുഞ്ഞമ്മദ് കുട്ടിമാഷ് വന്നാൽ ഇവിടെ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താൻ പറ്റി. ഇനിയും അയാൾ വരും എന്നുള്ള പ്രതീക്ഷയില്ല ഇവിടുത്തെ ജനങ്ങൾ തീർത്തുള്ളത്. നല്ലൊരു വികസനം ഇപ്പോൾ അയാൾ കൊണ്ടുനടക്കുന്നുണ്ട്. അതേമാതിരി ഇനിയും അയാൾ വന്നാൽ കുറച്ചും കൂടി വികസനം കിട്ടി. ഇടതുപക്ഷം നല്ലൊരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ജയിക്കണം എന്നുള്ളതാണ് നമ്മളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കോൺഗ്രസിന്റെ ഒരു മുൻതൂക്കം കോൺഗ്രസിനാണല്ലോ. ആണോ? അതെ. ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്നാണ് തോന്നുന്നത്. പാറക്കൽ അബ്ദുള്ള മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അഹങ്കാരത്തിന്റെ ഒരു ആൾ സ്വരൂപമാണ് പാറക്കൽ അബ്ദുള്ള. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പാറക്കൽ അബ്ദുള്ള മുമ്പ് മത്സരിച്ചപ്പോൾ ഇവിടെ വികസനം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മത്സരിച്ചു. അതിനുശേഷം രണ്ടാമത് പാറക്കൽ അബ്ദുള്ള മത്സരിച്ചപ്പോൾ പറഞ്ഞത് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ വന്ന് എന്നോട് മത്സരിച്ചാലും ഞാൻ ജയിക്കുന്ന. ഇത് പൊട്ടിപ്പോയില്ലേ? അതുപോലെ സംഭവിക്കാം. സാധ്യത ഉണ്ടാവും. സാധ്യത തോന്നുന്നത് മനസ്സിൽ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് പിന്നെ ചിലപ്പോ വേറെ ആരും നിൽക്കുന്നുണ്ട്. മൂപ്പര് ഇവിടെ മുമ്പ് MLA ആയപ്പോ വികസനം ചെയ്തിട്ടുണ്ടോ? വികസനം ഒരുവിധം വികസനം ചെയ്യുന്നുണ്ട്. പാർക്കലാവുള്ള ജയിക്കണം എന്നാണ് നമ്മുടെ താല്പര്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ താല്പര്യപ്പെടാൻ സാധ്യത? അയാളൊരു നല്ലൊരു മനുഷ്യനായോണ്ട്. നല്ല മനുഷ്യന് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത്? അത് രാഷ്ട്രീയത്തിലെല്ലാം നോക്കി അയാളെ ഏറ്റവും ഇത് നല്ല മനുഷ്യൻ. അങ്ങനെ കുഞ്ഞമ്മദ് കുട്ടിമാഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനുഷ്യൻ അയാളാണ്. മാഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനുഷ്യൻ അയാളാണ്. എന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായി പറയുന്നത്? അയാൾ ആദ്യമല്ല നല്ലത്. ഇപ്പൊ നമുക്ക് അത്ര തൃപ്തിയില്ല അയാളെ പറ്റി. പാർട്ടിയെ പറ്റിയിട്ട് അയാളെ പറ്റിയല്ല, അയാളെ പാർട്ടിയെ പറ്റി. ഇടതുപക്ഷത്തെ പറ്റിയ എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്? അത് ഓരോരോ അമ്പലത്തിൻ്റെതും ഇതെല്ലാം സംബന്ധിച്ചോളം. പാറക്കൽ ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 333 വോട്ട് കുറയാൻ കാരണം വെച്ചാൽ ലീഗിന്റെ കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഈ വാർഡില്. അതെല്ലാം ക്ലിയർ ആയി. നോർമൽ ആയതുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇല്ല ഓരോന്നും ചെയ്തെങ്കിലും കുഞ്ഞുമൂല ജയിക്കുക. അയാളെ ജയിക്കുള്ളൂ. 100% സാധ്യതയുണ്ട്. അതെന്താ 100% പറയുന്നത്? 100% സാധ്യത വെച്ചാല് വികസനത്തിന്റെ കാര്യത്തില് മുൻപത്തിൽ നിൽക്കുന്ന ഒരു ആണോ? അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്.
മുന്നമ്മല്ലാണ് ആളെയൊക്കെ അറിയാം, പക്ഷേ എനിക്ക് ഈ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ മനസ്സിലായില്ലേ? ഒരു ഐഡിയ ഇല്ല. കാരണം സജീവമായിട്ട് ഇതിനെ പറ്റി ശ്രദ്ധിക്കാത്ത ഒരാളാണ്. എന്തിനെ കുറിച്ച് ചിന്തിക്കാം? നമ്മളിപ്പോ ഒരു അങ്ങനെ നടത്തി രാഷ്ട്രീയം നമുക്കത് വഴങ്ങാത്ത പോലെയാണ്. ജയിക്കുന്നത് ഇവിടെ പരാജയപ്പെട്ട് പോയതാ. ഇവിടെ കുഞ്ഞമ്മദുട്ടി പക്ഷെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അതാണ് യാതൊരു സംശയമില്ല. ഭയങ്കര വികസനം ഇവിടെ. എന്ത് പറയാനാ, കേരളത്തിൽ CPM ആദ്യ അധികാരത്തിൽ വരികയും ചെയ്യും. സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഭരണ നേട്ടം തന്നെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. സാധ്യതയുണ്ട്. മത്സരിച്ചാൽ പരാജയപ്പെടും. ഉറപ്പാണോ? തീർച്ചയായും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമില്ലാത്ത വികസനമാണ് കുറ്റ്യാടി നിയോജകമണ്ഡലത്തിൽ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി വന്നത്. അതുകൊണ്ടാണ് അതെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഓറിച്ച് ഒരു വികസനം അതിന് മുമ്പായിരുന്നു നടത്തിക്കില്ല. അത് മാത്രമല്ല കൊണ്ട് കുഞ്ഞുമുട്ടേശ് 1 കോടിയിലെ മേലെ ഇവിടെ വികസനം നടത്തി. ഇവിടെ അയാൾ എന്തായാലും ജയിക്കും. സാധ്യത ഉണ്ട് എന്ന് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഉണ്ട് അഭിപ്രായം തന്നെ? എൻ്റെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിക്കേണ്ടതിന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു വോട്ടിന്റെ ഒരു തോറ്റുപോയത് കുറി എന്തായാലും ജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അയാള് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജനങ്ങൾക്ക് നല്ല കാര്യം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വികസന പ്രവർത്തനങ്ങളൊക്കെ അയാളെ കാലയളവിൽ നല്ല രീതിയിൽ ചെയ്തത് ഒരു ആളായതിനെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആണോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ ടേമിൽ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ ജയിച്ചത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ വർഷം UDF അനുകൂലമായ ഒരു ട്രെൻഡാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും UDF വിജയിക്കും. അത് കഴിഞ്ഞ മത്സരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറേ പള്ളിയിലേക്കുള്ള റോഡ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ ഒരു ജാതിയിലും ജയിക്കാൻ പോകില്ല. പിന്നെ ഈ വികസനത്തിന്റെ പൂമഴം ചേർത്ത കുഞ്ഞമ്മദുട്ടി മാഷല്ലാണ്ട് വേറെ ജയിക്കില്ല. കാരണം എത്ര ലക്ഷങ്ങൾ ഉറുപ്പിന്റെ ഈ റോഡ് തൊട്ടപ്പുറത്തെ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇയാൾ വന്ന ശേഷം പല പുരോഗതി പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്, മറ്റുള്ള പത്രിക റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട്. പണി ഉദ്ഘാടനം ചെയ്ത് ജയിക്കാൻ സാധ്യതയില്ല. സാധ്യത ഉണ്ട്. അതെന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ഓറ് കഴിഞ്ഞിവിടെ മത്സരിച്ചാൽ ജയിച്ചിട്ടില്ല. ജയിക്കുന്ന പറയുന്നത് സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം? അതന്നെ ഓരോ പ്രാവശ്യം നിന്ന് ജയിച്ചതാണ്. വോട്ട് കിട്ടും. നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ നമുക്കൊന്നും അത്ര ഇതില്ല. പ്രവാസിയായതുകൊണ്ട് എനിക്ക് ഇവിടെ താങ്കളുടെ കാഴ്ചപ്പാടിൽ ജയിക്കാൻ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല. ജനങ്ങളുടെ കയ്യിലല്ലേ. സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന്റെ വെച്ചപ്പോഴേ ഇപ്പൊ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ തിരിച്ചു വരുന്നൊരു കാഴ്ചപ്പാടാണ്. ആള് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്? നാട്ടില് വളരെ ഉഷാറുള്ള ആളാണ്. ആണോ? അതെ. എന്തുകൊണ്ടാണ് ഉഷാർ എന്ന് പറയുന്നത്? എന്താ പറയാ, വികസനം കൊണ്ടെല്ലാം വളരെ ഉഷാറാണ്. സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഇവിടുത്തെ ഇപ്പോഴുള്ള MLA ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വികസന കാര്യങ്ങളിൽ നന്നായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു MLA. അത് മാറി സ്ഥാനാർത്ഥിത്വം മാറുകയാണെങ്കിൽ ചിലപ്പോൾ എന്തും സംഭവിക്കാം. മത്സരിച്ച ആൾ സ്ഥാനാർത്ഥി അല്ല MLA നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്. എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്? റോഡിലുണ്ടാക്കി, നല്ല റോഡ് ഉണ്ടാക്കി. പിന്നെ ജനങ്ങൾക്കെല്ലാം നമ്മൾ കാണുന്ന റോഡ്, മറ്റേ ഇവിടെ നെള്ളൂർ പള്ളിക്ക് പോകുന്ന റോഡില്ലേ, കക്കട്ടുന്ന. ഇനി മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത ഉണ്ടോ? അതുണ്ട്. മത്സരിച്ചാല് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടല്ലേ, പ്രാവശ്യം വിജയിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? മാഷായതുകൊണ്ട്. അതുകൊണ്ട് വിജയിക്കാൻ സാധ്യത ഇല്ല. 333 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ 333 വോട്ടിനാണ് പരാജയപ്പെട്ടത്. മാഷ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ഒരുപാട് പിന്നെ വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മാഷ് ജയിക്കുന്ന എൻ്റെ അഭിപ്രായം. ജയിക്കുന്ന എൻ്റെ പ്രതീക്ഷ. എന്തുകൊണ്ടാണ് ജയിക്കുന്ന പ്രതീക്ഷ ഉള്ളത്? കാരണം കഴിഞ്ഞ വർഷം തന്നെ ചെറിയ വോട്ടിനാണ് പിന്നെ മൂപ്പര് തോറ്റിരിക്കുന്നത്. പിന്നെ ഇപ്പം ഉണ്ടാകുന്നൊരു ഭരണവിരുദ്ധ വികാരം അതുണ്ട്. പിന്നെ അറിയാലോ, ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA അല്ലേ? അല്ല, ഈ പ്രാവശ്യം വെച്ചാല് വികസനത്തിലല്ലേ വോട്ട്. അപ്പോൾ വികസനത്തിന് ആരാ മുന്നിട്ട് വെച്ചാൽ അവർക്കാണ് വോട്ട് ഉണ്ടാകുക. ഈ അബ്ദുള്ള ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത എന്ന് പറഞ്ഞാല് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ഇയാളല്ലേ, ആര്, കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ അല്ലേ? അയാൾ നല്ലൊരു ഇമേജിലല്ലേ പോന്നേ. പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സ്ഥാനാർത്ഥിക്ക് ഓരോരോ വ്യക്തിത്വം ഉണ്ട്. KP കുഞ്ഞമ്മദുട്ടി മാഷ്കാണെങ്കിലും എല്ലാ ആളുകൾക്കും ഓരോരോ വ്യക്തിത്വം ഉണ്ട്. ഇവിടെ ഒരു NDAന്റെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവുമെന്നാണ്
നമ്മളെ വിലയിരുത്തല്. BJP-ന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയില്ലെങ്കിലും നല്ല മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അയാളെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു മതിപ്പ് വരും. MLA സ്ഥാനമായിട്ട് ഇപ്പം അയാളെ മതിപ്പ് വരുന്ന എന്തുകൊണ്ടാ മതിപ്പ് വരുന്നത്? മതിപ്പ് വരുന്ന വെച്ചാല് അയാള് ഇവിടെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും മുസ്ലിം. അപ്പൊ അത് തന്നെ അതിന്റെ മതിപ്പ് ആണ്. ജയിക്കാൻ സാധ്യത സാധ്യത ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? എനിക്ക് പറയാൻ തന്നെ സമയമില്ല, അതുകൊണ്ടാ. സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അയാളെ നല്ല കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ട്. നമ്മളെ കഴിഞ്ഞ നല്ല കാര്യം ചെയ്തിക്ക് ഇപ്പൊ കുഞ്ഞമ്പണ്ടി ഭാഗത്ത് കുറ്റിയാടി വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് വേണ്ടി, നമ്മളെ ബൈപ്പാസിന് വേണ്ടി നല്ല പൈസ ഓറ്, നമ്മളെ പാർലമെന്റ് നല്ല വർത്താനം വേണ്ടി ഇവിടെ എല്ലാ കാര്യങ്ങളോട് ചീത്തി കിട്ടും. എല്ലാ കിട്ടും. ഓറി തന്നെ ജയിക്കണമെന്ന് നമ്മുടെ താല്പര്യക്കാരും. പാലക്കാട് അവൾക്ക് നമ്മൾ തള്ളിയിട്ടല്ല പറയുന്നത്, അവൾക്ക് നല്ല കാര്യങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കുറി കുഞ്ഞമ്പട്ടി മാഷ് വന്നേരോ കുഞ്ഞമ്പട്ടി മാഷ് നല്ല കാര്യങ്ങൾ തന്നെ കുഞ്ഞമ്പട്ടി മാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ അത് ഞാൻ പറയില്ല. അത് നമ്മളെ തെല്ലല്ല, വേറെ ആളെത്തില്ല. അത് നമ്മളെ ജനങ്ങളെത്തില്ല വോട്ടുള്ളത്. അത് നമ്മളെങ്ങനെ പറയാ? പാറക്കൽ അബ്ദുള്ള മത്സരിച്ചാൽ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു 300 വോട്ടിനും അങ്ങനെ പോയത്. ഇപ്രാവശ്യം എന്തായാലും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആണ്. നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് നല്ലതായിരിക്കും പറയുന്നത്? ഇതുവരെ നല്ലതായി കാഴ്ചവെച്ച്. ആണോ? എന്തൊക്കെ നല്ല കാഴ്ചവെച്ചത്? എല്ലാവർക്കും നല്ല കാര്യം ചെയ്തു. ആണോ? ഇപ്പൊ കഴിഞ്ഞ തവണ എന്തുകൊണ്ട് തോറ്റു? കഴിഞ്ഞ കുഞ്ഞുമോട്ടി ആശമിപ്പിച്ചോണ്ട് തോറ്റാ. ഇപ്രാവശ്യം നിന്നാലും മാറിക്കുത്തിയ ഇപ്രാവശ്യം ആളെ നിന്ന ആള് ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണല്ലോ. നമുക്ക് തോന്നുന്നത് പറഞ്ഞാല് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിന്റെ എല്ലാ നിലപാട് വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ പോകാം. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം പാറക്കൽ ജയിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാ ഓക്കെ പറയുന്നത്? ഓക്കെ, നല്ല സേവനം ചെയ്തിട്ട് ഇവിടെ. ആണോ? ആദ്യമുള്ള അടുത്ത്. ആണോ? എന്ത് സേവനം ചെയ്തിരുന്നത്? പല സേവനം, ആശുപത്രി നല്ല സേവനം ചെയ്തേ. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. ആണോ? ഉണ്ട്. എന്തുകൊണ്ടാ ഉണ്ട് എന്ന് പറയുന്നത്? അത് നല്ല വ്യക്തിയാണ്. ആണോ? നല്ല വ്യക്തി എന്ന് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത്? നല്ല വ്യക്തി എന്ന് എല്ലാ ജനങ്ങൾക്കും നല്ല സഹായം ചെയ്യുന്നുണ്ട്. ആണോ? അങ്ങനെയുള്ള വ്യക്തിയാണോ? അതുകൊണ്ട് ജയിക്കണോ? ജയിക്കണം. സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ സാഹചര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററുടെ വികസനം മൊത്തത്തിൽ എന്നത് 1150 കോടി ഉറുപ്പ്യന്റെ വികസന പ്രവർത്തനം ഈ കുറ്റ്യാടി മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല. പാറക്കൽ ജയിക്കില്ല. കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ നിഷ്പ്രയാസം ജയിക്കും. പറഞ്ഞൂടെ, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും. സാഹചര്യം എങ്ങനെയാ? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുൻകാല വികസനങ്ങളിലൊക്കെ നോക്കിയിട്ട് അതുപോലെ ഇരിക്കും. പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പോൾ ഉള്ള ഭരണത്തിൽ നമുക്ക് കുറച്ച് ചെറിയ പോരായ്മകളുള്ളതുകൊണ്ട് അടുത്തൊരു വേറൊരു കക്ഷി വരുമ്പോൾ കുറച്ചും കൂടി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അതെ, സാധ്യത കുറവാന്ന് തോന്നുന്നു. കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്ക് തന്നെ സാധ്യത തോന്നുന്നു. ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇപ്പൊ വില്യാപ്പള്ളി പഞ്ചായത്തിലും ഈ കുറ്റ്യാടി മണ്ഡലത്തിലും കുറച്ച് വികസനവും കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററാണ്. ജയിക്കുമായിരിക്കും. എന്തുകൊണ്ടാ ജയിക്കുമായിരിക്കും എന്ന് പറയുന്നത്? ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ആണോ? ജയിക്കുമായിരിക്കും. നോക്കാം. ജയിക്കണമെന്നുണ്ട്. എന്തുകൊണ്ടാ ജയിക്കണമെന്നുണ്ട്? മുമ്പ് ചെയ്ത കാര്യങ്ങൾ മാത്രം. ആണോ? മുമ്പ് എന്തൊക്കെ ചെയ്തിരിക്കണേ? മുമ്പ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പല കാര്യം മുമ്പ് വികസനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, കുറച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിനാണല്ലോ പരാജയപ്പെട്ടത്. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഓക്കെ, 100%. അതിന്റെ 100% പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു വികസനമല്ല കഴിഞ്ഞ പ്രാവശ്യം ഉള്ളപ്പോൾ വെച്ചത്. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? നല്ല ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് നമ്മളെ സർക്കാർ ഇപ്പൊ നല്ല ഭരണമാണ് ഇരിക്കുന്നത്. നല്ല വികസനമാണ് ഇപ്പോ. അതുകൊണ്ടാണ് സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് ഉണ്ട് എന്ന് പറയുന്നത്? കഴിഞ്ഞ വോട്ടിന് വളരെ ചുരുങ്ങിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. വളരെ ചുരുങ്ങിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പൊ അത് പ്ലസ് ആക്കിയിട്ട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിന് സാധ്യതയില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം MLA ആയിരുന്ന സമയത്ത് നാട്ടിൽ ചെയ്യേണ്ട വികസനങ്ങൾ, ഉദാഹരണം 1 ചേലക്കാട് വടകര റോഡ്, 2 കുത്തോത്ത് പണിക്കോട്ട് ഇവിടെ മണിയൂർ റോഡ്, ഇതെല്ലാം സ്റ്റക്കായിരിക്കുക. ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം 3 വർഷം റോഡുമ്പോൾ തന്നെ കുഞ്ഞമ്മദ് കുട്ടി മാഷി EK വിജയൻ സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം പാറക്കൽ അബ്ദുള്ള ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഈ വടകര ചേലക്കാട് റോഡിന് വേണ്ടിയിട്ട് ഒരു ചെറുവിരലാണ് അയാൾക്ക് സാധിച്ചില്ല. അയാൾ വ്യവസായിയാണ്. അയാളെ വിദേശത്തുണ്ടാവുക. അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ജനകീയ MLA ആകാൻ അയാൾക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ എനിക്ക് അത്ര വിവരമില്ല, അതുകൊണ്ട് പറയാൻ പറ്റൂല. എന്തുവാ കുഞ്ഞമ്മദ് കുട്ടിയും ജയിക്കാം, പാറക്കൽ അബ്ദുള്ളയും ജയിക്കാം. ആണോ? എവിടെയെങ്കിലും ഒരു തോണി നിൽക്കുന്നേ?
എനിക്കൊന്നും അറിഞ്ഞൂടാ രാഷ്ട്രീയത്തെ പറ്റി. സാധ്യത കുറവല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോ കുഞ്ഞമ്മദ് മാഷ് പാറക്കൽ അബ്ദുള്ള ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജനകീയനായ ഒരു നേതാവായുണ്ട്. ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? പറയുന്നത് തീർച്ചയായും മുസ്ലിം ലീഗ് ഇവിടെ ഒരു സീറ്റും കിട്ടും. ആണോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പാറക്കൽ നല്ല ജനകീയ നേതാവ്. എന്തുകൊണ്ട് അങ്ങനെ ജനകീയ നേതാവ് എന്ന് പറയുന്നത്? പാറക്കൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ജയിക്കുന്ന ജയിക്കുന്നതാണ്, തീർച്ചയായും സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ട്രെൻഡ് അങ്ങനെ ആയതുകൊണ്ടാണോ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അതെ, അത് ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന ആളുകൾ ജയിക്കും. അതൊക്കെ ഓക്കെ, അതിപ്പോ പറഞ്ഞണ്ട. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ ചാൻസ് എങ്ങനെ? ചാൻസ് വെച്ചാല് കുഞ്ഞമ്മദ് മാഷ് ജനകീയനായ നേതാവാ. പാറക്കൽ അബ്ദുള്ള മോശമൊന്നുമില്ല, പക്ഷെ ജനങ്ങൾക്ക് ഏതാ അഭിമുഖ്യം, ജനങ്ങൾ ചെയ്യുന്ന ആദ്യം വോട്ട് ചെയ്യുന്നവർ ജയിക്കും. അത് ജയിക്കും. അങ്ങനെയാണ് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞേറ്റി വാശിക്ക് ഭൂരിപക്ഷം കുറവാണ്. 303 വോട്ടാ കിട്ടിയുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞേറ്റി വാശം എന്ന് പറഞ്ഞാല് വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരെ ജയിച്ച അത്രയാ പറയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ആഞ്ചേരി ദിവസം പ്രശ്നമുണ്ട്, ലീഗാരെല്ലാം പ്രശ്നമുള്ളതുകൊണ്ട് അബ്ദുള്ള ജയിക്കും. ശക്തമായ മത്സരം ഉണ്ടാവും. ആരാ ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. പ്രവചിക്കാൻ പറ്റാത്ത അതെന്താന്ന് പറഞ്ഞാല് കുഞ്ഞമ്മദ് കുട്ടി കുറെ വികസന കാര്യങ്ങൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുള്ളക്ക് എങ്ങനെയാ? അബ്ദുള്ള അയാൾ MLA ആയിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതൽ വികസനം ഇപ്പൊ നടന്നത്. 100% സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് കുറെ കാലമായിട്ട് ജയിക്കാത്തൊരു മണ്ഡലം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു മാർജിനാണ് പരാജയപ്പെട്ടത്. ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇപ്രാവശ്യം? 100% സാധ്യത ഇല്ലാന്ന് ഞാൻ പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ 5 വർഷമായിട്ട് കുഞ്ഞമ്മദ് മാഷ് കുറ്റ്യാടി മണ്ഡലത്തിൽ ചെയ്തു വെച്ച വികസന പ്രവർത്തനം 1350 കോടി 1350 കോടി റുപ്യന്റെ വികസന പ്രവർത്തനങ്ങളാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ കുഞ്ഞമ്മദ് മാഷ് നേതൃത്വത്തിൽ നടപ്പിലാക്കി. ആ ഒറ്റ കാരണം മതി കുഞ്ഞമ്മദ് മാഷ് വൻ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണ ഒരു 333 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഈ പ്രാവശ്യം അതിനൊക്കെ കവിച്ച് വെട്ടുന്ന വൻ ഭൂരിപക്ഷത്തിൽ കുഞ്ഞമ്മദ് മാഷ് ജയിക്കുക ഈ ഒരു ഒറ്റ വികസന പ്രവർത്തനം മതി. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അവന്റെ പെരുമാറ്റങ്ങളും ചട്ടങ്ങളും അതങ്ങനെയാണ്. അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? അറിയൂല. എന്തുകൊണ്ടാ അറിയാത്തെ? അതിപ്പോ ജനങ്ങളെ ഇരിക്കൂലേ, അതുകൊണ്ട് അറിയില്ല. ജനങ്ങളെ എങ്ങനെയാ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കാന്ന് പറയാൻ പറ്റൂലോ. ജയിക്കാൻ സാധ്യത ഉണ്ടോ? അതിലെന്തോന്ന് ചോദിച്ചാല് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. ഇല്ല, ഓറെ പറ്റിട്ട് അഭിപ്രായം നല്ല തന്നെയാ. ജയിക്കുവോ നോക്കുവെന്നുള്ള പറയാൻ എനിക്ക് പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റൂല. അതെല്ലാം പറ്റും, വീട്ടിലൊന്നും കാറ്റാണ്ട് നിൽക്കൂല. എന്റെ വീട്ടിൽ ഞാൻ ആരും അധികം പറയാൻ പറ്റൂല. വീട്ടിൽ രാജാവ് നിങ്ങളാണ്. ഞാൻ തന്നെയാ. അതിനുണ്ട് സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുകൊണ്ടാന്ന് പറഞ്ഞാല് 200 പ്രാവശ്യമായില്ലേ കുഞ്ഞമ്മദ് മാഷ് ഇപ്രാവശ്യം മാർക്കിൽ സാധ്യതയുണ്ട്. കുഴപ്പമില്ല. അയാള് നല്ലൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി എന്ന് പറയുന്നത് എന്താ കാര്യം? നല്ലവർക്കും എല്ലാ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതെ, ജയിക്കും സാധ്യതയുണ്ട്. അയാൾ ജയിച്ചാൽ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അയാളൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ല ഉപകാരം ചെയ്തിട്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. 99% ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അദ്ദേഹം മുമ്പ് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനവും മറ്റു കാര്യങ്ങളിലും ചെയ്ത ആളാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഈ അഴിമതിക്കും അതുപോലുള്ള ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കെതിരാണ്. ജയിക്കാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇടത് വർഷത്തിന് നല്ല പിന്നെ കോൺഗ്രസിന് നല്ലൊരു ചാൻസ് ഉള്ള ടൈമാണ്. അതുകൊണ്ട് അങ്ങനെ ചാൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പം ഭരണകക്ഷിയുടെ നെറിയട്ട ഭരണത്തിന്റെ ഇത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിനാണ് ജയിച്ചത്. ഇപ്രാവശ്യം ഇഞ്ചോടിഞ്ച് മത്സരമാണ്. പറക്കലാണ് സാധ്യത ഉണ്ട്. ആണല്ലേ? എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം? കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിന്റെ വ്യത്യാസമല്ലേ വന്നത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടെ അനുകൂല സാഹചര്യം തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ സാധ്യത കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞമ്മദ് മാഷ് ആയതുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുക. ചിലപ്പോൾ കുഞ്ഞമ്മദ് മാഷ് ആയിരിക്കാൻ സാധ്യത ആണ്. പാറക്കൽ അബ്ദുള്ള ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സാധ്യത പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചെറിയ വോട്ടിന് വ്യത്യാസമാണെന്നുള്ളത് ഇപ്രാവശ്യം അതിലും പ്രശ്നങ്ങളാണല്ലോ. ആണോ? സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്? അത് നല്ലൊരു വ്യക്തിയാണ്. ആണോ? സാധാരണ പാവപ്പെട്ടവർക്കെല്ലാം വേണ്ടി നല്ലൊരു സഹായം ചെയ്യുന്ന ആളാണ്. ആണോ? അങ്ങനെ അതാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്.
ജയിക്കാൻ സാധ്യത ഉണ്ടോ? അതുണ്ട് ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? ഉറപ്പായി ജയിക്കും. എന്താ ഉറപ്പായി ജയിക്കും എന്ന് പറയുന്നത്? ആണോ? നല്ല മനുഷ്യനാണോ? തീരെ കുറവാ പാറക്കൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാള് കഴിഞ്ഞ പ്രാവശ്യം ഒരു വികസനം ഇല്ല. ഇവിടെ ഇത് വളം പഞ്ചായത്താണ്. വളം പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ ഫുള്ള് ഭിന്നിപ്പും കാര്യങ്ങളെല്ലാം അയാള് ഇവിടുന്ന് കാട്ടിക്കൂട്ടുന്നത്. ലീഗാണ് കഴിഞ്ഞ ആഴ്ച തോൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം തോൽപ്പിച്ചത്. അപ്പൊ ഈ പ്രാവശ്യം മുസ്ലിം ലീഗിനെ തോൽപ്പിക്കും. കൂട്ടു നിന്നാലോ? കൂട്ട് നിൽക്കൂല. ഇല്ല തീർച്ചയായിട്ടും കൂട്ട് നിൽക്കൂല. ഇപ്പം വളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 സെക്ഷനാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ. അപ്പൊ അതിന് എല്ലാം ഭിന്നിപ്പുണ്ടാക്കുന്ന പാറക്കലാവുകയാണ്. അവിടെ 100% പാറക്കലാവുന്ന തോപ്പിക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം മൊത്തം. വളം പഞ്ചായത്ത് ലീഗ് മൊത്തം. നിങ്ങള് ലീഗാണോ? നമ്മളെ ലീഗാ. ആണോ? നിങ്ങള് അപ്പോ UDF-ന്റെ സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യില്ല? ഇല്ല എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു അഭിപ്രായവും ഇല്ല. ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത? എന്തെന്നാ ഒരു എത്ര വോട്ട് നമ്മൾ ചെയ്ത് മാറി മാറി കുത്തി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് വ്യത്യാസമുണ്ട്. പാറക്കല്ലാണ്ട് പോലെ ജയിക്കൂല. വേറെ ജയിക്കൂല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആള് മുമ്പുണ്ടായിരുന്ന സമയത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചോണ്ട് അതുകൊണ്ട് ജയിക്കുന്ന പറയുന്നത്? ഉറപ്പായിട്ടും സാധ്യതയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് സാധ്യതയില്ല. ഇല്ല. ഓക്കെ 100% വിജയിക്കും. എന്തുകൊണ്ടാ 100% പറയുന്നത്? കാരണം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലം നല്ല വികസനമാണ് ഇവിടെ വന്നത്. ഇപ്രാവശ്യം വികസനമൊക്കെ വളരെ കുറവാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ? 100% ജയിക്കും. UDF ജയിക്കും. അതുള്ളതല്ല ഇവിടെ UDF അയക്കും. എന്തുകൊണ്ടാ അങ്ങനെ? കേരളത്തിൽ മൊത്തം അത് അത്തിരി അഴിമതിയോടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആണോ? UDF ജയിക്കുള്ളൂ. UDF അതുള്ള സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ അബ്ദുള്ള ജയിക്കും. സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത വരണേ? ഒരു സാധ്യത ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാ വരണേ? മുന്നേ ഇവിടെ MLA ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വികസനമൊക്കെ ചെയ്തിട്ടുണ്ടോ? UDF അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇല്ല. ഇലക്ഷൻ കഴിഞ്ഞാലേ പറയൂ. ആണ്. അത് അതിന് മുമ്പ് പറയാൻ കഴിയില്ല. ബുദ്ധിമുട്ടാണ്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത മുന്നേ അതായത് ഫസ്റ്റ് ടേമിൽ ഇവിടെ വന്ന സമയത്തുണ്ടായ വികസനങ്ങൾ ആണോ? സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റില്ല. പക്ഷേ എങ്കിലും താങ്കൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. കാഴ്ചപ്പാടിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊരു കാഴ്ചപ്പാടൊന്നും ഇല്ല. പാർക്കൽ ഒരിക്കലും ജയിക്കും. കുഞ്ഞമ്മദുട്ടി മാഷ് നിന്നിട്ടുണ്ട്. പിന്നെ അയാൾ നല്ലോണം വികസനവും എല്ലാ ഇതും ആശുപത്രിക്ക് വേണ്ടിയിട്ടും അതിനും ഇതും വേണ്ടി എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലോണം. എന്റെ അഭിപ്രായം വെച്ചാല് ഇപ്പൊ ഒരു കുഞ്ഞുമുട്ടി മാഷ വന്നതിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലം കുറ്റ്യാടി മണ്ഡലം തന്നെയാണ്. എങ്ങനെ ചൂണ്ടിക്കാണിച്ചാലും ഏത് റോഡ് നോക്കിയാലും പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും കൂടുതൽ വികസനം നടന്നൊരു മണ്ഡലം പിന്നെ കുറ്റ്യാടി മണ്ഡലം. അബ്ദുള്ള ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ തോന്നുന്നു പറയാൻ കാരണം? പരിസ്ഥിതി അതാണ് ജയിക്കണം എന്നതാ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്? ജയിക്കണം വെച്ചാൽ മാറി മാറി പിന്നെ MLA മാരല്ലേ നാട്ടിന് വിരോധി ഉണ്ടാവും. അതുകൊണ്ട് ജയിക്കും. കുഞ്ഞമ്മദുട്ടി മാഷാ ജയിക്കും. എന്താ ലീഗർ പ്രശ്നം ഉണ്ടാക്കും. എന്താ പാർക്കൽ തോറ്റു. കഴിഞ്ഞവരെ എങ്ങനെയാ തോറ്റു? 300 വോട്ടിന് തോറ്റ് ലീഗർ പ്രശ്നം. അത് എല്ലാ പ്രാവശ്യവും നടക്കണമെന്നുണ്ടോ? നടന്നുകൂടായ്മയില്ല. ഇക്കുറി അങ്ങനെ തന്നെയാ ഇവിടെ കാണുന്നത്. അല്ല നടന്ന് ലീഗർ സപ്പോർട്ട് ചെയ്താ ചിലപ്പം ജയിക്കും. ലീഗർ അധികാരമോഹത്തിൽ പടമ്പിലി ഉണ്ടാക്കും. അധികാരമോഹം എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കാരും വിചാരിക്കുന്നത്. ഇവിടെ കുഞ്ഞമ്മദുട്ടി മാഷിനെ ജയിക്കുന്ന സാധ്യത കാണുന്നത്. അല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ ഈ മുസ്ലിം ലീഗ് പ്രശ്നം ഉണ്ടാക്കിയോണ്ടാ തോറ്റ്. അപ്പൊ ഈ പ്രാവശ്യം മുസ്ലിം ലീഗ് പ്രശ്നം ഉണ്ടാക്കിയില്ല ജയിക്കും. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? പാറക്കല് കഴിഞ്ഞ പ്രാവശ്യം നല്ല വികസനം കൊണ്ടുവന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആണ് പാറക്കൽ ജയിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പാറക്കല് ഒരു വികസന നായകൻ തന്നെയാണ്. ആണോ? വികസന നായകനാണോ? അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് എന്തായാലും ജയിക്കും. 100% പാറക്കലിനാണ് ഇവിടെ അനുകൂലം. ആണോ? 100% എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ജനസമ്മതനായ നേതാവാണ്. ആണോ? ജയിക്കാൻ സാധ്യതയുണ്ട്. 100% ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്തെന്നാൽ ഇവിടെ കഴിഞ്ഞ മുമ്പിലത്തെ MLA ആണ് ഒരുപാട് വികസന നേട്ടങ്ങൾ കൊണ്ടുവന്നൊരു നേതാവാണ്. ഉണ്ടോ? അതുകൊണ്ട് ഇപ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ഉണ്ടെന്ന് പറയുന്നത്? കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പുരോഗതികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വികസനം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണോ പറയുന്നത്? അതെ. അത് മാത്രമല്ല അത് പൊതുവെ അത് തന്നെ ഒരു ഇതാണ്. നല്ല ആളാണോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രവൃത്തി നല്ലതാണ്. ആരുടെ? പാർക്കൽ അബ്ദുൽ പ്രവൃത്തി നല്ലതാണ്. എന്തുകൊണ്ട് എന്ത് പ്രവൃത്തിയാണ് നല്ലതെന്ന് പറയുന്നത്? ഇവിടെയുള്ള വികസനം എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആണോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? വികസന പ്രവർത്തനങ്ങൾ നല്ലോണം കാഴ്ചവെക്കുന്നുണ്ട്. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ജയിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ കുറച്ച് ചെറിയ ഭൂരിപക്ഷത്തിനാണ് തോറ്റത്.
300ഓളം ഭൂരിപക്ഷത്തിനാണ് തോറ്റത്. ഒരു വികസനം കാഴ്ചവെക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇപ്പൊ പൊതുവെ സാഹചര്യത്തിൽ UDF-നാണ് സാധ്യത. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അയാൾ മുമ്പ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ആണോ? ശരി. അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അത് അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ചെയ്തിട്ടുണ്ട്. അതെ. അതുകൊണ്ട് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. അതെ. ജയിക്കുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് തോന്നാത്തെ? കുഞ്ഞേറ്റി മാഷ എവിടെയെങ്കിൽ ജയിക്കൂല. ആണ് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ജയിക്കാൻ സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാൽ ടൈറ്റ് മത്സരമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ 300 ചില വോട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. അതുകൊണ്ടല്ല. ആണ്. സാധ്യത ഉണ്ടോ? 50-50 സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത വർഷം ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം അയാളില്ലായിരുന്നു. ഈ പ്രാവശ്യം അയാളാണ്. അപ്പോ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സാധ്യത ഉണ്ട് എന്റെ അഭിപ്രായത്തില്. ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാധ്യത കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സാധ്യത എന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരണം വളരെ മോശമല്ല ഇപ്പോൾ. ആണോ? അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. പാലക്കാട് 100% വിജയിക്കും. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? ഭാഗത്തുള്ള വിജയിക്കും. കുറച്ച് സീറ്റല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ 100% പറയാൻ കാരണം? 100% കാരണമില്ല, ആൾ ജയിക്കും. ആണ്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? ഇവിടെ ഏറ്റവും UDF-നാണ് സാധ്യത. ആണോ? അതാണ് 100% വിജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല നേതാവായോണ്ട്. ആണ്. ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം ജയിച്ചല്ലേ? അതെ. ഇനി ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അതില് നമ്മുടെ നാടിലുള്ള വികസനത്തിന്റെ ഓരോരോ കാര്യങ്ങള് ജനങ്ങൾ വികസനം ചെയ്യുന്ന ആളാണോ? അത്ര വലിയ അതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എന്നാലും രാഷ്ട്രീയത്തിൽ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യത ആദ്യത്തേത് അപേക്ഷിച്ചിട്ട് ജയിക്കാന്ന് വിചാരിക്കുന്നു. പാലക്കാട് അബ്ദുള്ള ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ജയിക്കാൻ സാധ്യത? അബ്ദുള്ള നല്ല വികസനം ചെയ്തവനാണ്. ആണോ? വികസനം ചെയ്തവനാണോ? പാലക്കാട് അബ്ദുള്ള മത്സരിച്ചാൽ ഷുവറായിട്ട് വിജയിക്കും. ഇവിടെ വിജയിക്കും. എന്തുകൊണ്ടാണ് വിജയിക്കുന്നു പറയുന്നത്? ജനസമ്മതിയായ നേതാവ്. ആണോ? അതുകൊണ്ട് ജയിക്കും. നമ്മളെ അഭിപ്രായത്തിന് പാറക്കൽ തന്നെ ആണ്. എന്തുകൊണ്ടാണ് പാറക്കൽ തന്നെ എന്ന് പറയുന്നത്? വികസനപരമായിട്ട് പാറക്കൽ തന്നെയാണ് വരുന്നത്. ആണോ? എല്ലാ മേഖലയിലും വികസനം വരുന്നത് പാറക്കലാണ്. ആണ്. 100% ജയിക്കും. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? അത് കഴിഞ്ഞ ഒരു ലീഗാണ് തോപ്പിച്ച. അതുകൊണ്ട് ഇക്കുറി നോക്കൂല. ആണോ? ജയിക്കുന്ന പറയുന്നത്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ജയിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം തോറ്റോണ്ട് ഇപ്രാവശ്യം ജയിക്കണം. നല്ല വികസനം നടത്തിയ ഇപ്പോ MLA കുഞ്ഞമ്മദ് മാഷ്. അതുകൊണ്ട് പാറക്കൽ ജയിക്കാൻ സാധ്യതയില്ല. ഇല്ല. വികസനമാണ് നമുക്ക് വലുത്. വികസനം തന്നെയാണ് വലുത്. ആ വികസനം ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആണ്. ഷുവറായിട്ട് ജയിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തിന്. ആണോ? വമ്പിച്ച ഭൂരിപക്ഷത്തിന്. എന്തുകൊണ്ട് അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത്? 10,000 ഭൂരിപക്ഷത്തിന് ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാ. പാർക്കിൽ ജയിക്കോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വമ്പിച്ച ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ MLA ആയപ്പോൾ നല്ല വികസനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജയിക്കുന്ന തീർച്ചയായിട്ടും ജയിക്കും. ഉറപ്പായും ജയിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഭൂരിപക്ഷത്തിന്റെ ഒരു വർഷം, രണ്ടാമത് ഈ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ചത് കൊണ്ട് പാർക്കിൽ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും പറയുന്നത്? അത്രയും ഭൂരിപക്ഷം കിട്ടും. അത്രയും ഭൂരിപക്ഷം കിട്ടുന്നതുകൊണ്ട്. ഭൂരിപക്ഷം കിട്ടുമോ? ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നത്? അതെ. സാഹചര്യത്തിൽ കുറവാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ കുറവാന്ന് പറയുന്നത്? സാഹചര്യത്തിൽ കുറവ്. ഈ സാഹചര്യം ഈ സാഹചര്യം എന്താ സാഹചര്യം? ഈ ഗവൺമെന്റിന്റെ നല്ലതായ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കൊണ്ട് ഭൂരിപക്ഷം കുറയും. ഭൂരിപക്ഷം ജയിക്കില്ല എന്ന് എന്റെ അഭിപ്രായം. 100%. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? മുൻകാലങ്ങളിൽ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ജയം ഷുവറാണ്. അതുപോലെ തന്നെ ജനകീയമായ എല്ലാ സ്ഥലങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പാലക്കാട് അബ്ദുള്ള. കുഞ്ഞമ്മൂട്ടി വർഷം നല്ല പ്രവർത്തനങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റും നല്ല മോശമില്ലാത്ത പ്രവർത്തനങ്ങളാണ്. റോഡുകൾ നിങ്ങൾ കാണുന്നില്ലേ? നല്ല അയാളെ ചെയ്തത്. ജയിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞമ്മൂട്ടി വർഷം ജയിക്കും. മാഷി ജയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. സാധ്യത ഇല്ലല്ലോ. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണം നോക്കണം. നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഇതല്ലേ ഉള്ളത്. സാധ്യതയില്ല. ജയിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കുഞ്ഞമ്മദ് മാഷാണെങ്കിൽ ഒരാ ജയിക്കും. ആണ്. ജയിക്കാൻ സാധ്യത കുറവാണ്. സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്ത? ഇവിടെ LDF-ന്റെ സീറ്റ്. അത് മാത്രമല്ല, ഇവിടെ നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് മാഷ് ജയിക്കും. നമ്മളെ പ്രിയങ്കരനായ കുഞ്ഞാളി തന്നെ ജയിക്കും. സാധ്യത ഉണ്ട്. അയാൾ ഉള്ള സമയത്ത് ഇവിടെ നല്ല കാഴ്ചകൾ വെച്ചിരുന്നു. ആണോ? MLA ആ സമയത്ത്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ട്. സാധ്യതയുണ്ട്. സാധ്യതയുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ട് എന്ന് പറയുന്നത്? എന്തെന്ന് 5 കൊല്ലത്തെ ഇത് കൊണ്ട് ആണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. ചിലപ്പോ ആണ്. കുഞ്ഞമ്മദ് കുട്ടിയാണ് വികസനം കാഴ്ചവെച്ചത്.
നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? ഓൻ ചങ്ങായി ജയിക്കൂല. ആ. അതിനകത്ത് വേറൊന്നുമില്ല. ആണ്. കാരണം ഓൻ വികസനം ഉണ്ടായ പോലെ UDF-ന്റെ കാണിച്ചാൽ ഉണ്ടായാലും വികസനം കണ്ടിക്കില്ലല്ലോ. ആ. വികസനം തീർത്ത് കംപ്ലീറ്റ് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കും. അതിപ്പം ജയിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ജയിക്കണ്ടേ നമുക്ക് ജയിക്കണ അഭിപ്രായം നമുക്ക്. ജയിക്കുവോ മാഷ്? മാഷ് ജയിക്കണ അഭിപ്രായം നമുക്ക് പറയാനാവില്ല. എന്തുകൊണ്ടാ പറയാനാവാത്ത? സാധ്യത ഉണ്ടോ? കാണുന്നുണ്ടോ? എന്തുകൊണ്ടാ സാധ്യത കാണുന്നുണ്ട് പറയുന്നത്? ജനങ്ങളെ തീരുമാനമല്ലേ? ജനങ്ങളെ തീരുമാനമല്ലേ? എന്തുകൊണ്ടാ ഇല്ല പറയുന്നത്? ഇല്ലാതെ ഇടതുപക്ഷം തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ ഒരു 333 വോട്ടിനാ പോയത്. അല്ല, ഇടതുപക്ഷം ജയിക്കണമെന്ന് ആഗ്രഹം. ഇല്ല. ജയിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ? കുഞ്ഞമ്മദ് വികസനം തന്നെ ആണ്. വികസനത്തിന്റെ ഒരു തേരോട്ടം തന്നെയല്ലേ ഉള്ളത്. ആണ്. ഓക്കെ. അതുകൊണ്ട് എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? UDF-ന് ഇക്കുറി അനുകൂല. ആണോ? അനുകൂലാണോ? ട്രെൻഡ് അതാണ്. ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്ത? LDF-ന് നല്ല ഭരണമാണ്. അതുകൊണ്ട് LDF ജയിക്കൂ. കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അയാളെ തന്നെ ജയിക്കട്ടെ. ആള് ജയിക്കട്ടെ. എന്തുകൊണ്ടാ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നു? എന്താ അഭിപ്രായം ഉണ്ടായിരുന്നു? സ്ഥലത്തും പലതും ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പൊ അയാൾ ജയിക്കട്ടെ എന്ന് പറയാം. വിവരമുണ്ട്. അയാൾക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. ബുദ്ധിയുണ്ട്, വിവരമുണ്ടാ? അതുകൊണ്ട് ജയിക്കട്ടെ. അബ്ദുള്ള നല്ല വ്യക്തിയാണ്. എങ്കിൽ പിന്നെ എല്ലാവർക്കും സഹായങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എല്ലാവർക്കും സഹായം ചെയ്യാന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? എല്ലാവർക്കും സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് അങ്ങനെയുള്ള സഹായം ചെയ്യുന്ന ആളാണ്. അത് ജയിക്കണം എന്നാ പറയുന്നത്? അവർ ജയിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ജയിക്കാൻ സാധ്യതയാണെന്നുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അയാൾ നല്ല വികസനം എല്ലാം നടത്തുന്നുണ്ട്. ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യതയുണ്ട്. പാറക്കൽ അബ്ദുള്ള വീണ്ടും മത്സരിച്ചാൽ തീർച്ചയായും ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇവിടെ തോറ്റുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം പാറക്കൽ അബ്ദുള്ള മത്സരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ജയിക്കുന്നതാണ്. UDF സ്ഥാനാർത്ഥി ജയിക്കും തീർച്ചയാണ്. ഇതിലൊക്കെ ഈസി വാക്കുറായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 4 വർഷം മുന്നേ തെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരം ജയിച്ചപ്പോൾ 250 വോട്ടില്ല പോയത്. ഈ പ്രാവശ്യം 5000-ൽ പരം വോട്ടില്ല ഇൻഷാല്ലാ ജയിച്ചിരിക്കും. അയാൾ മത്സരിക്കുന്നതാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിലല്ല, ഈ പ്രാവശ്യം സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? സാധ്യത എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രവർത്തനം, ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രവർത്തനം നല്ലതാണ്. ആള് ജയിക്കേണ്ടിയാണ്. എന്തുകൊണ്ടാ ജയിക്കേണ്ടിയാണെന്ന് പറയുന്നത്? കഴിഞ്ഞ ഒരു തോറ്റു, അതെ, ചെറിയ അതെ, ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ ജയിക്കണം എന്ന് പറയുന്നുണ്ടോ? ജയിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? നല്ല കാര്യം ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക്. ആണോ? നല്ല കാര്യം ചെയ്യോ? എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചെയ്തിട്ടില്ല, മറ്റുള്ളവർക്ക് ചെയ്തേ വേണേ. ആണോ? ചെയ്യലുണ്ടോ? ചെയ്യണം. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ലൊരാളാ. നല്ല ആളെന്ന് പറയുമ്പോ എന്താണ് നല്ല ആളെന്ന് പറയുന്നത്? എല്ലാവർക്കും ഉപകാരം ചെയ്യും. ആണോ? ഉപകാരം ചെയ്യും. അമ്മയ്ക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ചെയ്തില്ല. ഓരോ ജയിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ചെയ്തില്ല. ആണോ? ചെയ്തിട്ടുണ്ടോ? ചെയ്തിന്. ആണ്. എന്താ ചെയ്തത്? പാവപ്പെട്ടവർക്കെല്ലാം പിന്നെ കിറ്റെല്ലാം കൊടുത്തിന്. പിന്നെന്ന് വെച്ചാല് വസ്ത്രങ്ങളെല്ലാം കൊടുത്തത്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിന്. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? നല്ലൊരാളായതുകൊണ്ട്. നല്ല ആളാണോ? നല്ലൊരാള്. ആണോ? അതുകൊണ്ടാ നല്ല ആളെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അത് നമുക്ക് നാടിന് വേണ്ടിയിട്ട് നല്ല ഉപകാരങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് നല്ലൊരാളെന്ന് പറയുന്നു. ആണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ട്. അദ്ദേഹത്തിന് ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ അവസ്ഥയില്ല. എന്തുകൊണ്ടാ? കാരണം എല്ലാ അവസ്ഥ ഓൾ സാർ given by the Chief Minister of Pinarayi Vijayan sir. This is the main reason he is behind it. That's all. സാധ്യത ഉണ്ടാവും. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടാവും പറയുന്നത്? സാധ്യത പറയാൻ സാധ്യത ഉണ്ടാവും. ഇക്കുറി അങ്ങനെയായിരിക്കും. മാറ്റം ആഗ്രഹിക്കില്ല എല്ലാവരും. ആണോ? ജയിക്കാൻ സാധ്യത വെച്ചാല് ഇഞ്ചോടിച്ച് പോരാട്ടം തന്നെ വിടാം. ആര് ജയിക്കുന്നതിനെ പറ്റി നമ്മളിങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്നാലും ഒരു മുൻതൂക്കം ഇങ്ങോട്ട് രാഷ്ട്രീയക്കാരില് മുൻതൂക്കം. അപ്പൊ പാറക്കൽ അബ്ദുള്ള മുൻതൂക്കമില്ല. മുൻതൂക്കം ഇനിയെന്താ ട്രെൻഡ് തിന്നിക്കില്ല. ഇപ്പം മുൻതൂക്കമില്ല. ഇല്ല, ഇപ്പം കുഞ്ഞോട്ട് രാഷ്ട്രീയക്കാരുള്ളൂ. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും പറയുന്നത്? ജയിക്കുന്ന അയാൾ നല്ല കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ കുറെ ആൾക്ക് നല്ല കാര്യം ചെയ്തു. ജയിക്കും. ആർക്കെല്ലാം ഇവിടെ ജയിക്കും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എതിർ കക്ഷി മറ്റേതല്ലേ, അങ്ങനെയാ. ജയിക്കണം. എന്താ അങ്ങനെ പറയുന്നത്? ആള് നല്ല ആളാ. ആണോ? പിന്നെന്താ നല്ല ആളെന്ന് പറയാൻ കാരണം എന്താ? നല്ല ആളെന്ന് പറയാൻ കാരണം എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുമല്ലോ? ഇല്ലല്ലോ, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. നല്ല ആളെന്ന് പറയുമ്പോ എന്തെങ്കിലും നല്ല ആളെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന എന്താ? അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ജനങ്ങളെ കണ്ടാൽ നമുക്ക് അറിയാലോ, ഓരോരുത്തരെ ഇത് കണ്ടാൽ പെരുമാറ്റം കണ്ടാൽ അറിയാലോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതില്ലെന്നാ ഇല്ലാന്ന്. എന്തുകൊണ്ടാ? അത് വെച്ചാൽ പിന്നെ ഇപ്പോഴത്തെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാ കുറവെന്ന് പറയുന്നത്? കുറവെന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ള CPM-ന്റെ ഒരു പുരോഗമനം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുറവാണ്. സാധ്യത കുറവാണ്. അതൊന്നും എനക്കും അറിയാനാവില്ല. ഞാൻ പാർട്ടിന്റെ ആണല്ലോ. ആണോ? അല്ല. അപ്പൊ പറയാൻ കഴിയില്ല. ഇല്ല. അതുകൊണ്ടാണ്. ആവൂല. ഷുവറല്ലേ? ഷുവറാണോ? എന്തുകൊണ്ടാ ഷുവർ എന്ന് പറയുന്നത്?
കഴിഞ്ഞ നല്ല വികസനമാണ് ചെയ്ത് അയാൾ കഴിഞ്ഞ ആണോ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഉറപ്പാണ്. സാധ്യത ഉണ്ടോ എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഉപകാരം ചെയ്യുന്ന ആളാ ഞങ്ങൾക്ക് ഇതുവരെ ഉപകാരം കിട്ടി. ആണോ? കോളനി വാസികളെല്ലാം കിട്ടി, ഉപകാരം ഇതുവരെ കിട്ടി. അതുകൊണ്ടാ നിങ്ങളുടെ കോളനി കിട്ടിയോ? ഞാൻ കോളനി ഒന്നല്ല. അല്ല നിങ്ങൾക്ക് വികസനം കിട്ടിയോ? ഇല്ലില്ല. എന്തുകൊണ്ടാ ഇല്ലാത്തെ? അതെന്ന് വെച്ചാല് കുഞ്ഞമ്മദ് കുട്ടി മാഷ് ആ. നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കും. അടുത്ത വർഷം ചെയ്യും. ഇല്ല എന്തുകൊണ്ടാ? വികസനം ഇല്ല, അതുകൊണ്ട് തന്നെ ആണല്ലേ, അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല. സാധ്യതയില്ല. എന്തുകൊണ്ടാ ഇല്ലാത്തെ? ഇല്ലാതെ നമുക്ക് അതിനെപ്പറ്റി അറിയാം. കുറ്റാടി LDF-ന്റെ കോട്ടയാണ്, അതുകൊണ്ട് ഇല്ലാന്ന് പറയണേ. ഇല്ലാന്ന് തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? MLA ഞാൻ ഇവിടെ. അതെ. നല്ല വികസനം ചെയ്ത ആളല്ലേ. ആണോ? ഓ, നല്ല വികസനം ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാ നല്ല വികസനം എന്ന് പറയുന്നത്? നല്ല വികസനം ഞങ്ങള് UDF-ന്റെ ആളല്ലേ. ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഒരു ജസ്റ്റ് മിസ്സായി പോയതാ. ഇപ്രാവശ്യം എന്തായാലും ജയിക്കും. സാധ്യത കുറവാണ്. കുഞ്ഞമ്മദ് കുട്ടി മാഷ് ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരുപാട് പരിപാടികളിലെല്ലാം സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു ജയസാധ്യത അങ്ങോട്ട് ജനങ്ങൾക്കെല്ലാം ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല പാർക്കല്. പാർട്ടി സാധ്യത കുറവാണ്. 100% ജയിക്കും. എന്തുകൊണ്ടാ 100% ജയിക്കും എന്ന് പറയാം? അത് കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു പാളിച്ച വെച്ചതാ. എന്ത് പാളിച്ച പറ്റി? പാളിച്ച പാർട്ടി ചില പിന്നീട് വന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു 5000 വോട്ടിന് ജയിക്കും പാർക്കൽ. ആണോ? 100% അയാൾ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? നല്ല അഭിപ്രായം അയാളെ കൊണ്ട്. ആണോ? എന്താ അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത്? അയാൾ വേണ്ടത് ആവശ്യമുള്ളത് ചെയ്യും. ആണോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ തീർച്ചയായിട്ടും പറയുന്നത്? അദ്ദേഹത്തിന്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വടകര കണ്ടതാണ്. തീർച്ചയായിട്ടും വിജയിക്കും. സാധ്യത ശ്രമിച്ചാൽ ചിലപ്പോൾ ജയിക്കും. അതുകൊണ്ടാ ശ്രമിച്ചാൽ ജയിക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? ശ്രമിച്ചാലെന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന്റെ ഒരു കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ ജയിക്കും. അറിയില്ല. എന്താ അറിയാത്തെ? കാരണം അങ്ങനെയാണ്. അങ്ങനെയാണോ? 100%. ഷുവർ 100%. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നല്ല വികസന പ്രവർത്തനം. ആണോ? വികസന പ്രവർത്തനമാണ്, അതുകൊണ്ട് ജയിക്കും പറയുന്നത്. ഉറപ്പല്ല പാറക്കൽ അബ്ദുള്ള ജയിക്കല് എന്ന് പറയാനുണ്ട. ഇത്തരം വികസന പ്രവർത്തനമല്ല MLA ആണോ? ചെയ്ത്. ജയിക്കോ? ഉറപ്പല്ല. ജയിക്കും. എന്തുകൊണ്ടാ ജയിക്കും എന്ന് പറയുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെല്ലാം ഉഷാറായിട്ടില്ല. ആണോ? ഉഷാറായിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും ഉപകാരം ചെയ്തതിന് ഒരുപാട്. ആണോ? അയാൾ വരണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ടൈറ്റ് മത്സരമായിരിക്കും. ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത എന്ന് ചോദിച്ചാൽ ഈ ഗ്രാമപഞ്ചായത്ത് ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം ഉണ്ട് കുറ്റ്യാടി മണ്ഡലത്തിൽ. അതുകൊണ്ട് ടൈറ്റ് മത്സരമായിരിക്കും കുറ്റ്യാടിയിൽ. സാധ്യത ഉണ്ടോ? സാധ്യത എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ്. പാർക്കൽ അബ്ദുള്ള സ്ഥാനാർത്ഥിയായി ഇനി സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാൾ ഇങ്ങോട്ട് കാണലേ ഇല്ല. ഒരു പ്രവർത്തനം നടത്തിയാലല്ലേ അതിനുള്ള ഒരു മെച്ചവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അയാളെ കാണാത്തോണ്ട് അയാൾ MLA അല്ല ഇവിടെ. അത് തന്നെ മുമ്പ് എല്ലാം MLA ആയിരുന്നല്ലോ. എന്നിട്ട് ഇങ്ങോട്ടൊന്നും ഞാൾ കണ്ടില്ല. ഞാനിപ്പം തീരുമാനിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ? ആളെങ്ങനെയാ? ആള് മോശമൊന്നുമില്ല. ആള് മോശമില്ല എന്ന് പറയുമ്പോ നല്ല വ്യക്തിയാണ്. നല്ല വ്യക്തിയാണോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാലിപ്പോ അങ്ങനെ പറഞ്ഞൂടാ. ഇല്ല. പറ്റിയൊന്നും പറയാൻ. എന്നാലും പാറക്കൽ അബ്ദുള്ള അറിയോ നിങ്ങൾക്ക്? അറിയാം. എന്താണ് അയാളെ കുറിച്ചുള്ള അഭിപ്രായം? അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അയാൾ നല്ല വ്യക്തി തന്നെയാണ്. നല്ല വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് നല്ല വ്യക്തിയാണ്? നല്ല വ്യക്തി അയാൾ പ്രവർത്തനം നല്ല ചെയ്തിക്കൂടെ MLA സ്ഥലത്ത്. ആണോ? അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഡെവലപ്മെന്റ് നടത്തും. അതുകൊണ്ടാണ് അല്ലേ? നല്ല വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാല് ജയിക്കാൻ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം? എല്ലായിടത്തും നല്ല സപ്പോർട്ടാണ്, എല്ലാ സഹകരണവും എല്ലാ പ്രതീക്ഷയുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ്. അങ്ങനെ ഉള്ള ആള് വേണോ നമുക്ക്? നമുക്ക് അങ്ങനത്തെ ആളാണ് വേണ്ടത്. നല്ല അഭിപ്രായമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയും? നല്ല അഭിപ്രായം എന്ന് പറയുന്നത് അയാള് നല്ല ഒരു വ്യക്തിയാണ്. ആര്? ആർക്കെല്ലാം ആണോ? നല്ല വ്യക്തിയാന്ന് എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ടാണ് നല്ല വ്യക്തി എന്ന് പറയുന്നത്? നല്ല ആളാണോ? ആണ്. അയാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വികസനം ഉണ്ടാവുമോ? വികസനം ഉണ്ടാവുമെന്ന് അത് പറയാൻ പറ്റും. അയാൾ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമല്ലോ. ആണ്. ഇല്ല, ജയിക്കൂല. എന്തുകൊണ്ടാ? വർഗീയവാദിയ. അതാണ്. സാധ്യത ഉണ്ടെന്ന് വെച്ചാല് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് അയാളെ കുറിച്ച് അറിയാം? MLA അങ്ങനെ അറിയാം. ജയിക്കാൻ സാധ്യത ഉണ്ടോ അയാള്? ഉണ്ട്. പറയാനാവില്ല. എന്തുകൊണ്ടാ? മത്സരിച്ച് പറയാനാവില്ല. എന്നാലും മത്സരിക്കാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ
ജയിക്കാൻ സാധ്യത ഉണ്ടോ അത്? അത് പറയാൻ എനിക്ക് പറ്റൂല. എന്തുകൊണ്ടാ? അതെങ്ങനെയാ പറയാ? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാ? സാധ്യത ഉണ്ടോ? അറിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഈ സർവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. 250 പേരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അധികമായി വരുന്ന ബൈറ്റുകളെല്ലാം ജനങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.